السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വീകരിക്കുവാനും അവ ജീവിതത്തിൽ പകർത്തി കഴിവിന്റെ പരമാവധി സൂക്ഷ്മാലുക്കളായി മുത്തഖീങ്ങളായ ജീവിതം ക്രമീകരിക്കുവാനും എന്നോടൊപ്പം സ്നേഹമുള്ള സദസ്സിനെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവില്ലാത്ത അനുഗ്രഹം ചൊരിയുന്ന ഈ പുണ്യമാസത്തിൽ അവന്റെ പ്രിയം സമ്പാദിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകളെല്ലാം മാപ്പ് നൽകപ്പെട്ട് പുണ്യവാന്മാരായി ജീവിച്ചു മരിക്കുവാനും സ്വർഗാവകാശികളായി തീരുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൗതികമായ ജീവിതത്തെയും അള്ളാഹുവിന്റെ കാവലും കാരുണ്യവും കൊണ്ട് അവൻ പൊതിയുകയും രക്ഷയും സമാധാനം നൽകി നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ഭവനത്തിലിരിക്കുമ്പോൾ നാം ഓർത്തുപോവുകയാണ്, ഒരുപക്ഷേ നമ്മോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിലുമായെല്ലാം ജീവിച്ചിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കില്ല. അവരുടെ പാർപ്പിടം നാം ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെയല്ലാത്ത മറ്റൊന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അളവറ്റ അനുഗ്രഹമുള്ളവനാണ്, കാരുണ്യവാനാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കുന്നു. അവരുടെ വർദ്ധഖയായ ജീവിതം സൗഖ്യത്തിലും സമാധാനത്തിലും സ്വർഗീയതയിലുമാക്കി നീ അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സുഹൃത്തുക്കളെ, വളരെ വിശാലമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. മുഖത്തെ ക്ഷീണമെല്ലാം തോന്നുമ്പോൾ, കാണുമ്പോൾ വളരെ ചുരുക്കി അവസാനിപ്പിക്കാനാണ് തോന്നുന്നത്. നോമ്പ് നോറ്റ് വളരെ ഹ്രസ്വമല്ല എന്നാൽ വളരെ സുദീർഘവുമല്ലാത്ത രൂപത്തിൽ തറാവീഹ് നമസ്കാരമെല്ലാം കഴിഞ്ഞു. വീണ്ടും അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച്, മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്
എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് കേൾക്കുവാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഈ സദസ്സിനെ റബ്ബുൽ ആലമീനായ നാഥ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നിപ്പോകുക. ഞാൻ സംസാരിക്കേണ്ടുന്ന വിഷയമാക്കേണ്ടത് മരണവും മരണാനന്തര ജീവിതവും എന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഏതാനും ആയത്തുകളിലൂടെ സഞ്ചരിക്കുകയല്ലാതെ വിശാലമായി 3-4 ഒക്കെ ദിവസം വെച്ച് പണ്ഡിതന്മാർ സംസാരിക്കുന്ന ഒരു വിഷയമാണിത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ ചില ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോരായ്മകൾ കണ്ടാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു അതിനെന്നെ ശിക്ഷിക്കാതിരിക്കുവാൻ എന്നുറപ്പെടുത്തുകയാണ്. ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. സൂറത്തുൽ മുൽക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. تبارك الذي بيده الملك. ഏതൊരുത്തന്റെ കരങ്ങളിലും കഴിവിലുമാണോ എല്ലാത്തിന്റെയും അധീശാധികാരം, അവൻ പരിശുദ്ധനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവ് നിറഞ്ഞവനുമാണ്. അവനെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അതായത് ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ അഥവാ സംവിധാനിച്ചവൻ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ സുഹൃതം പ്രവർത്തിക്കുന്നവർ എന്ന് പരിശോധിക്കുവാൻ. വഹുവൽ അസീസുൽ ഗഫൂർ. അവൻ അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനും വളരെ കൂടുതൽ പുറത്തു കൊടുക്കുന്നവനുമായ അല്ലാഹുവാകുന്നു. അപ്പൊ ഇവിടെ ഖലഖൽ മൗത വൽ ഹയാത്ത, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ, അങ്ങനെയുള്ള പടച്ച തമ്പുരാൻ. നമ്മൾ സംസാരിക്കുന്നത് ജീവിതവും മരണവും, ജീവിതവും മരണാനന്തര ജീവിതവുമാണ്. ഇവിടെ മുഖവുരയൊന്നും വളരെ വിശാലമായി പറയാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണം എന്നത് ഒരു പ്രസംഗ വിഷയമാക്കാതെ ആലോചിക്കുന്നതിന് മുമ്പിൽ ഓടിയെത്തുന്ന ഒരു സംഗതിയായി ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റമദാൻ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന പല ആളുകളും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ റമദാനിൽ തുടക്കത്തിൽ ജീവിച്ചിരുന്ന പല ആളുകളും, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ട ഇനിയും വളരെ കാലമൊക്കെ ജീവിച്ചിരിക്കുവാനുള്ള ആരോഗ്യവും മറ്റുള്ള അവസ്ഥയുമെല്ലാം നമ്മൾ കണ്ടിരുന്ന പല ആളുകളും നമുക്ക് മുമ്പായി മരിച്ചുപോയത് അറിയുന്ന ആളുകളാണ് നമ്മൾ. ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞു ആ ഖുത്ബയുടെ ചെറിയ ഖുലാസ, അതിന്റെ ചുരുക്കം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു സമ്പ്രദായം ഇവിടെയുള്ള അധിക പള്ളികളിലുമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറെ കടലാസുകൾ സാധാരണ വെള്ളിയാഴ്ചയുള്ള ഉള്ളതുപോലെ തന്നെ വന്നു. അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരായി മരിച്ചുപോയ ചില ആളുകളുടെ പേരുകളായിരുന്നു. ഒരു പക്ഷേ ആ ആളുകൾ, ആ മരണപ്പെട്ട വാർത്ത കേട്ട ആളുകൾ, അല്ലെങ്കിൽ ആരുടെ മരണത്തെക്കുറിച്ചാണ് കേട്ട ആളുകൾ, അവർ ഈ എടുക്കുന്ന ആളുകളുടെ പലരുടെയും വളരെ ഉച്ചമിത്രങ്ങളുണ്ടാവാം. അവരുടെ അടുത്തിരിക്കുവാനും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുവാനും അവരോട് കൂടി സംസാരിക്കുവാനും ഒക്കെ ആഗ്രഹിച്ച ആളുകളുണ്ടാവാം. സാധിച്ചില്ല. അവർക്കും ആഗ്രഹമുണ്ടായിരിക്കാം, അവർക്കും സാധിച്ചില്ല. ആരാണ് മരിക്കാൻ ഇഷ്ടപ്പെട്ടത്? അവരും ഇഷ്ടപ്പെട്ടില്ല. അവർ മരിക്കണമെന്ന് നമ്മളും ഇഷ്ടപ്പെട്ടില്ല. അവർ ഈ അങ്ങനെ മരിച്ചു പോകുവാൻ നമ്മൾ ആരും ആഗ്രഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അവരും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആരാണ്? മരിച്ച ആളുകൾക്കും ഇഷ്ടമില്ല, ഈ വിവരം പറഞ്ഞ നമുക്കും ഇഷ്ടമില്ലാതെ അവരെങ്ങനെ പോയി? അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. നമ്മളല്ല അതിനെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും സമയം നിശ്ചയിച്ചതും ഒക്കെ. അതൊക്കെ ഉടയ തമ്പുരാനായ പ്രപഞ്ചനാഥനായ അല്ലാഹുവാകും. അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചതാണത്. അതെന്തിനാണ്? അതാണ് പറഞ്ഞത്, നിങ്ങളിൽ ആരാണ് സുഹൃതം പ്രവർത്തിക്കുന്നത് കൂടുതൽ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പരീക്ഷണശാലയിലാണ്. നമ്മൾ പരീക്ഷയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു.
ആര് കൂടുതൽ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ സൂക്ഷ്മതയും അവന്റെ പരിശോധനയും എന്നർത്ഥം. ഈ മരണം ഒരു സംസാര വിഷയമാക്കാതെ തന്നെ നമ്മൾക്ക് നിത്യാനുഭവമായി ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ മരിച്ചിട്ടില്ലാത്ത കുറെ ആളുകളാണ് നമ്മൾ എന്ന് മാത്രം. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത കുറച്ച് ആളുകളാണ് നമ്മൾ എന്ന് അത്രേ പറയാൻ പറ്റും. ഈ സദസ്സിലിരിക്കുന്ന നമ്മളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ റൂമിലേക്ക് എഴുന്നേറ്റ് പോകുമോ, അതോ നമ്മെ കൂടെ ഇങ്ങോട്ട് വന്ന ആളുകൾ ആരെങ്കിലും നമ്മെ താങ്ങിയെടുത്ത് കൊണ്ടുപോകേണ്ടി വരുമോ എന്നതുപോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അതാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ന് മാത്രം. ഇനി എത്ര മണിക്കൂർ എന്നുള്ളതിനെ സംബന്ധിച്ചറിഞ്ഞുകൂടാ. എല്ലാവരും ഈ ദുനിയാവിൽ ജനിച്ച മുഴുവനും മനുഷ്യരും അനുഭവിക്കേണ്ടതായ ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മരണമാണ്. പരിശുദ്ധ ഖുർആൻ അക്കാര്യം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും ഇലാ യൗമിൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തെ രുചിക്കേണ്ടവരാകുന്നു. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം പൂർണ്ണമായും നിങ്ങൾക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആ പ്രതിഫലം നൽകപ്പെടുന്ന നാളിൽ ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടുവോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന ഒരു ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു. അൽ മൗതു ബാബുൻ, മരണം എന്നൊരു കവാടമാകുന്നു. വകുല്ലു നാസി ദാഖിലുഹു, മനുഷ്യരായ എല്ലാവരും ആ കവാടത്തിലൂടെ പ്രവേശിക്കേണ്ടവരുമാകുന്നു. യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു, എന്റെ വിവരത്തിൽ തന്റെ ഇടത്തിൽ എന്തറിയാം, മരണത്തിന് ശേഷമുള്ള ഭവനത്തെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. മരണത്തിന് ശേഷം മനുഷ്യന് അനുഭവിക്കുവാനും കിടക്കുവാനുള്ള ഭവനം എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടും മനുഷ്യന് ഒന്നും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. എന്തിനെല്ലാം കുറിച്ച് മനുഷ്യൻ പഠിച്ചു. വളരെ കൂടുതൽ വൈജ്ഞാന രംഗത്ത് ഉയർന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അണുവിനെ സംബന്ധിച്ചും അതിനപ്പുറം വിഭജിച്ച് പഠിച്ച് ഉയരങ്ങളിലേക്ക് ഉയർന്ന ആകാശലോകത്തും ആഴിയിലേക്ക് ഊളിയിട്ട് സമുദ്രത്തെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ജാഹിലാണ്. ആ ലാബിൽ പരിശോധന നടത്തി അവൻ പൂർത്തിയാക്കുമോ, അതോ അവൻ തന്നെ അവന്റെ കാര്യങ്ങൾ വല്ലതും ചെയ്യുമോ, അവൻ തന്നെ എത്ര സമയം വരെ ജീവിച്ചിരിക്കും എന്നതിനെക്കുറിച്ച് അവൻ അറിഞ്ഞുകൂടാ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വമാ തദ്രീ നഫ്സുൻ, ഒരു നഫ്സിനും ഒരു മനുഷ്യനും തന്നെ അറിഞ്ഞുകൂടാ. മാദാ തക്സിബു ഗദാ, നാളെ എന്തായിരിക്കും അവൻ പ്രവർത്തിക്കുക, വല്ലതും പ്രവർത്തിക്കുമോ. നാളെ പുലർച്ചക്ക് അവൻ എഴുന്നേൽക്കുമോ, അവന്റെ കൂട്ടുകാരോ ഭാര്യയോ അവനെ വിളിച്ചാൽ അവൻ എഴുന്നേൽക്കുമോ, അതോ അവന്റെ മരണവാർത്ത അറിയിക്കുവാൻ മറ്റുള്ളവരെ വിളിച്ചു പറയേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് അവൻ പ്രവർത്തിക്കുക എന്നത് ഒരു ആത്മാവിനും ഒരു മനുഷ്യനും തന്നെ അറിഞ്ഞുകൂടാ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് അവന്റെ മരണം അവനെ പിടികൂടുക എന്നതും അവൻ അറിഞ്ഞുകൂടാ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, പക്ഷേ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് അതെല്ലാം വളരെ കൃത്യമായി അറിയാം. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വളരെ സ്പീഡിൽ ഇതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ ഇനിയും ഒരുപാട് ആയുഷ്കാലമുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. ആരുടെയും വിചാരം അങ്ങനെയാണ്. കണക്കുകൂട്ടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്. നൂറ്റാണ്ടുകൾ വരാനിരിക്കുന്ന കാലഘട്ടത്തെ സൂര്യചന്ദ്രന്മാരുടെ കറക്കങ്ങളൊക്കെ കണക്കാക്കി കലണ്ടറുകൾ ഇറക്കുന്നവരാണ് നമ്മൾ. ഇനി ഒരു നൂറ്റാണ്ടിലേക്കുള്ള കലണ്ടർ നാം ഇറക്കിക്കഴിഞ്ഞു. ആ ഒരു നൂറ്റാണ്ടിൽ സൂര്യൻ ഓരോ ദിവസവും എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുക, എന്നാണ് ഗ്രഹണമുണ്ടാവുക, എത്ര സമയമാണ് ഗ്രഹണമുണ്ടാവുക, ഏത് ദിവസത്തിൽ എവിടെയാണ് ചന്ദ്രൻ ഉദിക്കുക, എവിടെയാണ് അസ്തമിക്കുക,
എന്നാണ് മാസപ്പിറവി കാണാൻ പറ്റുക എന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാം കണ്ടെത്തി കഴിഞ്ഞു മനുഷ്യന്മാർ. ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല അവന്റെ മരണം എപ്പോഴാ എന്നാണ്. അത് റബ്ബിന്റെ മാത്രം നിശ്ചയത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. എത്രയെത്ര ചെറുപ്പക്കാരാണ് യുംസി വയുസ്ബിഹു ആമിന, പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ വളരെ നിർഭയരായി ഇങ്ങനെ സുഖസുന്ദരമായ ജീവിതം നയിക്കുന്നത് ആഹ്ലാദഭരിതമായിക്കൊണ്ട് വളരെ സന്തോഷവാന്മാരായി ആഹ്ലാദഭരിതരായി എത്രയെത്ര ചെറുപ്പക്കാരാണ് പ്രഭാത പ്രദോഷങ്ങൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യമോ? അതാ തുന്നി അല്ലെങ്കിൽ തുണിയാക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? അക്ഫാനുഹു, അവന്റെ കഫംപുട വരെ. ബഹുവലായതിരി, അവനെ പൊതിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ച് പൊതിയുവാനുള്ള കഫംപുടക്കുള്ള തുണി വരെ അടുത്ത ടെക്സ്റ്റൈൽസിൽ റെഡിയായ അലമാരിയിൽ അലച്ചു തേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതും നോക്കിയിട്ടാണ് ആ മനുഷ്യൻ അങ്ങോട്ട് പോയത്. ശരിയാണല്ലോ. പലപ്പോഴും സൂക്കിലൊക്കെ കയറി, അങ്ങാടിയിലൊക്കെ കയറി സാധനങ്ങൾക്കൊക്കെ വില ചോദിച്ച്, ആ കൂട്ടത്തിൽ തുണിഷാപ്പിലും കയറി അതിന്റെ വില ചോദിച്ചു, മറ്റീന്റെ വില ചോദിച്ചു, എല്ലാ വിലയും ചോദിച്ചു. ആ വെളുത്ത തുണിയൊക്കെ നോക്കി അവനത് അങ്ങനെ ഇറങ്ങിപ്പോയി. ആ തുണി അവനെ പൊതിയാനുള്ളതായിരുന്നു, പക്ഷെ അവനത് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ പറയും, അവനിങ്ങനെ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞാക്കാണ്ട് പോയതാണ്, ഞാൻ അവൻ മരിച്ചു എന്ന് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യാ? അവര് വണ്ടി അങ്ങോട്ട് മുറിഞ്ഞ് റോഡാണ്ട് മുറിഞ്ഞടന്നേ ഉള്ളൂ. എന്താ ചെയ്യാ? വിധി അവിടെ വെച്ചായിരുന്നല്ലേ? അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായില്ല, എന്തൊക്കെ തമാശ പറഞ്ഞു പോയി ഉറങ്ങാൻ കിടന്നാണ്. അത് അവന്റെ വിവരം അങ്ങനെയായിരുന്നല്ലേ? അപ്പൊ അവന്റെ കഫംപുടവ എല്ലാ നിലക്കും ശരിയാക്കി വെച്ചിരിക്കുന്നു എന്നത് അവൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ജീവിക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരുണ്ട്. ആരായിരിക്കാം അതൊക്കെ? ആരാണെന്ന് നമുക്കറിഞ്ഞുകൂടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയോടുകൂടി നമ്മുടെ അവസാനം കാണുവാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ പലപ്പോഴും പല സുരക്ഷിതമായ സാഹചര്യങ്ങളും ഉണ്ടാക്കാറുണ്ട്. അയാൾക്കൊക്കെ രോഗം വന്നാലല്ല, അയാളുടെ കയ്യിൽ കാശില്ലേ, വിദഗ്ധന്മാരായ ഡോക്ടർമാരില്ലേ, ലോകത്തിന്റെ എവിടെയെങ്കിലും മരുന്നോ ചികിത്സയോ വൈദ്യശാസ്ത്രം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ലേ? നമ്മെ പോലെയൊക്കെയാണ് അവരൊക്കെ. നമ്മുടെയൊക്കെ കാര്യം, ഒരു ജലദോഷം വന്നാൽ അവരെ ചികിത്സിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ അവർക്കൊക്കെ എന്ത് ഭയപ്പെടാൻ, എന്ത് പേടിക്കാൻ, എന്ത് വന്നാലും അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള ആളുകളുണ്ട്, സമ്പത്തുണ്ട്, ഡോക്ടർമാരുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്, ഒക്കെ ഉണ്ട്. മരണം വരെ അവരുടെ മുമ്പിൽ പരാജയപ്പെടുന്ന അവസ്ഥയല്ലേ എന്ന് തോന്നിപ്പോകും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ. ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ, നിങ്ങൾ ശക്തമായി കെട്ടിയുണ്ടാക്കിയ, ഭദ്രമായ സുരക്ഷിതത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ കോട്ടകൊത്തളങ്ങൾക്കുള്ളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചൊളിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ആ മരണം അവിടെ വെച്ചും നിങ്ങളെ പിടികൂടുക ചെയ്യും. ലോകവിദഗ്ധന്മാരായ ഡോക്ടർമാർ, ലോകത്തിലെ അത്ഭുതകരങ്ങളായ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ, കണ്ണുമെട്ടാതെ ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കെ, യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ, ആ യന്ത്രങ്ങളെയും ഡോക്ടർമാരെയും വൈദ്യശാസ്ത്രത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സമയമായാൽ അള്ളാഹു തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ. അതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ എന്തൊക്കെ സൗകര്യം ഉണ്ടായാലും ശരി, ആരൊക്കെ നമ്മെ രക്ഷപ്പെടുത്താനുണ്ടായാലും ശരി, പടച്ചതമ്പുരാന്റെ തീരുമാനം അത് ഒരു സെക്കൻഡ് പോലും അങ്ങോട്ട് നീട്ടുകയോ ചുരുക്കുകയോ ചെയ്യാത്ത രൂപത്തിൽ പടച്ചതമ്പുരാൻ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനാണ് നമ്മെ ഇവിടെ ജീവിച്ച് മേച്ചിൽപ്പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അവൻ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് പരിഗണിച്ചാലും ശരി, അവഗണിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് അവൻ അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ, ശ്വാസത്തിന്റെ, ഹൃദയസ്പന്ദനത്തിന്റെ, ഇമ വെട്ടുന്നതിന്റെ ഒന്നിന്റെയും നിയന്ത്രണം നമുക്കല്ല. ഒന്നിന്റെയും നിയന്ത്രണം നമുക്കല്ല. എത്ര തവണ നമ്മുടെ ഹൃദയം സ്പന്ദിക്കണമെന്ന് പിടിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു. ഇമകൾ, കണ്ണിന്റെ പോളകൾ എത്ര തവണ അടഞ്ഞു തുറക്കണമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ശ്വാസകോശങ്ങൾ എത്ര തവണ വീർക്കുകയും ചുങ്ങുകയും ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ എത്ര ദിവസം ആഹാരം കഴിക്കണം, എത്ര ദിവസം ഉറങ്ങണം, എന്ത് സംഭവിക്കണം, എന്ത് സംഭവിച്ചുകൂടാ എന്നത് അള്ളാഹുവിന്റെ നിശ്ചയത്തിലാണ്. അങ്ങനെ അവൻ തീരുമാനിക്കുന്ന, നിശ്ചയിക്കുന്ന ഒരു സമയത്ത് എന്തെല്ലാം സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടോ, ആരൊക്കെ നമ്മെ കാണാൻ കൊതിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ടോ, അതൊന്നും
അവരറിയാതെ കൊതിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നതിലപ്പുറം മറ്റൊരർത്ഥവുമില്ല. അള്ളാഹുവിന്റെ തീരുമാനം അതാ യഥാവിധി കൃത്യമായ സമയത്ത് നടപ്പാകുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ലോകത്തിലെ തമ്മാടികളും അക്രമികളുമായ മനുഷ്യരുണ്ട്, വിശ്വാസികളും സൂക്ഷ്മാലുക്കളും മുത്തഖീങ്ങളുമായ മനുഷ്യരുണ്ട്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മമായി ജീവിക്കുന്നതും ഒരു സൂക്ഷ്മതയുമില്ലാതെ മൃഗങ്ങളെക്കാളും മോശമായ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. എല്ലാവർക്കും ഉള്ളൊരു സംഗതിയല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്. ഇപ്പൊ എന്താ അത്ര പേടിക്കാനുള്ളത്? അതിപ്പോ എല്ലാവർക്കും ഉള്ളൊരു സംഗതിയല്ലേ മരണം. അതിലിപ്പോ നമ്മൾ ഇത്ര ബേജാറാവാൻ എന്തായാലും സംഭവിക്കുകയും ചെയ്യും. ഇവിടെ ലോക തമ്മാടിയും മരിക്കും, എല്ലാ വിശ്വാസിയും മരിക്കും. അബൂജഹലും മരിച്ചുപോയി, അബൂബക്കർ സിദ്ദീഖ് മരിച്ചുപോയി. അതിലിപ്പോ എന്താണ് ഇത്ര പ്രയാസപ്പെടാൻ, ചിന്തിക്കാനും ബേജാറാവാനും ഇരിക്കുന്നത്? എന്നാൽ എല്ലാവരും ഒരു രൂപത്തിലല്ല മരിക്കുന്നത്. പിന്നെ എങ്ങനെ? എല്ലാവരും മരണം അനുഭവിക്കുന്നത് ഒരേ രൂപത്തിലല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർപ്പെടുത്തുന്നു. അം നജാലിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർള് അം നജാലിൽ മുത്തഖീന കൽ ഫുജ്ജാർ. അം നജാലിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യരെ നാം മാറ്റിക്കളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കൽ മുഫ്സിദീന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, അക്രമം കാണിക്കുന്നവരെ, അതിക്രമം പ്രവർത്തിക്കുന്നവരെ പോലെ തന്നെ അവരെയും വിട്ടുകളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അം നജാലിൽ മുത്തഖീന കൽ ഫുജ്ജാർ. സൂക്ഷ്മാലുക്കളായ അള്ളാഹു എന്ത് പറഞ്ഞു, അവന്റെ റസൂൽ എന്തെല്ലാം പറഞ്ഞു, അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യനും അള്ളാഹു എന്തോ പറയട്ടെ, അവന്റെ റസൂൽ ആരോ ആവട്ടെ, അങ്ങനെ ഒന്നുമില്ല എന്ന് ധിക്കാരപൂർവ്വം ജീവിച്ച് തമ്മാടികളായി കഴിയുകയും ചെയ്യുന്നവരെയും ഒരുപോലെ വിട്ടുകളയുമെന്നാണോ? അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, മുത്തഖീങ്ങളെയും ഫാജിറുകളെയും ഒരുപോലെ വിട്ടുകളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കണ്ട. ഒരുപക്ഷെ സത്യവിശ്വാസിയുടെ മരണം മധുരത്തോടും സമാധാനത്തോടുകൂടും സംതൃപ്തിയോടുകൂടിയായിരിക്കും. ലോകത്തിലെ സത്യവിശ്വാസികളുടെ രക്തം കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ആ അക്രമികളുടെ അക്രമത്തിന് വിധേയരായി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ സത്യവിശ്വാസികളുമുണ്ട്. ഈ കൊലയാളിയും ഈ കൊല്ലപ്പെട്ടവരും ഒരുപോലെയാണോ മരണം അനുഭവിക്കുക? ആയിരിക്കുകയില്ല. കൊലയാളിയെയും കൊല്ലപ്പെട്ടവനെയും അക്രമിയെയും അക്രമിക്കപ്പെട്ടവനെയും ഒരുപോലെ വിട്ടുകളയുന്നത് അള്ളാഹുവിന്റെ രീതിയല്ല. ആക്രമിക്കപ്പെട്ടവനും ആക്രമിക്കപ്പെടാത്തവനും ഒരേ രൂപത്തിൽ അവർ മരണം അനുഭവിക്കുകയുമില്ല. كذلك يجزي الله المتقين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. അപ്രകാരമാണ് സൂക്ഷ്മാലുക്കളായ സത്യവിശ്വാസികൾക്ക് നാം പ്രതിഫലം നൽകുക. അവരുടെ ആത്മാവിനെ മലക്കുകൾ സ്വീകരിക്കുന്നു ഉത്തമമായ ശുദ്ധമായ തയ്യിബായ അവസ്ഥയിൽ. യഖൂലൂന, ആ മലക്കുകൾ ആ മനുഷ്യരോട് പറയുന്നു, അവരെ ആത്മാവ് സ്വീകരിക്കുമ്പോൾ, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് രക്ഷയും, നിങ്ങളിതാ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ സുകൃതം പ്രവർത്തിച്ചതിന്റെ കാരണമായി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭാഗ്യവാനാണ് ആ മനുഷ്യൻ. എത്രയെത്ര ആളുകളാണ് മരണവാർത്ത കേട്ട് ഓടി വന്നിരിക്കുന്നത്. എത്രയെത്ര മഹാന്മാരും ആലിമീങ്ങളും ആബിദീങ്ങളും ആരിഫീങ്ങളുമായ ആളുകളാണ് ആ മനുഷ്യന് വേണ്ടി നമസ്കരിച്ചത്. ഭാഗ്യവാനാണ് ആ മനുഷ്യൻ, ഭാഗ്യവാനാണ്, മഹാനാണ്, സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ കാണാത്ത എത്രയോ ലക്ഷക്കണക്കിൽ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ആ മനുഷ്യന്റെ ജനാസയുടെ കൂടെയുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ അള്ളാഹു നിയോഗിച്ച മലക്കുകളും ഉണ്ടായിരുന്നു. അവരെ നാം കണ്ടിരുന്നില്ല. അവരാണ് സുഹൃതന്മാരിൽ അങ്ങേയറ്റമുള്ള മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിരുന്നു ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ. എത്രത്തോളമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യമായ മനുഷ്യന് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൺപോളകൾ അടച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, എന്തുകൊണ്ട് മരിച്ചുപോയ ആ മനുഷ്യന്റെ കണ്ണ് തുറന്നിരുന്നോ എന്ന് റസൂലുള്ള പറയാൻ മറന്നില്ല.
ആ മനുഷ്യന്റെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ വന്ന മലക്കുകളെ പിന്തുടരുകയായിരുന്നു. അതുകൊണ്ട് ആ കൺപോളകൾ അടക്കുവാനുള്ള ആ സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ കൺപോളകൾ നിങ്ങൾ അടച്ചുകൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ മാലാഖമാരെ മലക്കുകളെ പിന്തുടരുകയായിരുന്നു. അതിൽ സത്യവിശ്വാസികളായ മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണെത്തുന്ന അകലങ്ങളിൽ മുഴുവനും, ആ മനുഷ്യന്റെ കാഴ്ചയെത്തുന്ന അകലങ്ങളിൽ മുഴുവനും അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നിയോഗിച്ച മലക്കുകളിൽ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടൊരു വസ്ത്രവുമുണ്ട്. അവർ സുമുഖന്മാരാണ്. മലക്കുകൾ സുഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. അങ്ങേയറ്റം സുഗന്ധത്തോടുകൂടി സുമുഖമായ വേഷത്തിൽ ആ മനുഷ്യന്റെ കണ്ണെത്തുന്ന അകലങ്ങളിൽ മുഴുവനും മലക്കുകൾ നിറഞ്ഞിരിക്കുന്നു. ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ സമയത്തിനു മുമ്പ് ഈ മലക്കുകൾ അവിടെ സജ്ജമായി കാത്തിരിക്കുകയാണ്. ഈ മഹാനായ മനുഷ്യന്റെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഈ ആബിദിന്റെ, അള്ളാഹുവിന്റെ പ്രിയം സമ്പാദിച്ച ഈ മനുഷ്യന്റെ, അള്ളാഹു ആദരിച്ച സ്നേഹിച്ച ഈ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുവാനുള്ള കൃത്യമായ സമയമാകുന്നതുവരെ മലക്കുകൾ അദ്ദേഹത്തെയും പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണ്. കൃത്യമായ സമയമായാൽ ആ മനുഷ്യന്റെ തലക്കരുത്ത് ചെന്നിരുന്ന അള്ളാഹുവിന്റെ മലക്ക് പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും കാതോർത്ത് കണ്ണോർത്ത് കാത്തിരുന്ന സത്യവിശ്വാസിയായ മനുഷ്യ, റബ്ബ് വിധിച്ചിട്ടുണ്ടോ ഞാനത് പ്രവർത്തിക്കും, റബ്ബ് വിരോധിച്ചിട്ടുണ്ടോ അത് ഞാൻ പ്രവർത്തിക്കുകയുമില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഇക്കാര്യത്തിൽ പറഞ്ഞത്, അവിടുത്തെ ഉപദേശം എന്തായിരുന്നു, അതറിഞ്ഞല്ലാതെ ഞാൻ ഇക്കാര്യം പ്രവർത്തിക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ശരിക്ക് എനിക്ക് ഖുർആനും ഹദീസും എന്ത് പറയുന്നു അതിനെക്കുറിച്ച് എന്നറിയണം. ഖുർആൻ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചതിന് എതിരാണ് ഖുർആന്റെ ആഹ്വാനമെങ്കിൽ ഞാനത് ചെയ്യുകയില്ല. പടച്ച തമ്പുരാനെ, ഇന്നലെ വരെയും ഞാനത് പ്രവർത്തിച്ചു പോയതാണ്. റഹ്മാനായ നാഥ, എനിക്കത് നീ മാഫ് ചെയ്തു തരേണമേ, ഇനിമേലിൽ ഞാനത് പ്രവർത്തിക്കുകയേയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ മനസ്സിന് യാതൊരു പ്രയാസവുമില്ല. അതും കൂടി എനിക്ക് ചെയ്യാമായിരുന്നു എന്ന മനുഷ്യൻ ആഗ്രഹമില്ല. മറിച്ച് പടച്ചവനെ, ഇന്നലെ വരെ ഞാൻ അത് ചെയ്തു പോയല്ലോ എന്ന് ബേജാറും വെപ്രാളവും മനപ്രയാസവും മാത്രമേ ആ സത്യവിശ്വാസിക്കുള്ളൂ. അതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ സംതൃപ്തനായ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ചവനായ സത്യവിശ്വാസിയെ, അല്ലയോ അള്ളാഹുവിന്റെ ദാസരെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ, മടങ്ങിക്കൊള്ളുക താങ്കളുടെ നാഥന്റെ സാന്നിധ്യത്തിലേക്ക്. ഇർജിഇ ഇലാ റബ്ബികി, താങ്കളുടെ നാഥന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. റാളിയതൻ മർദിയ, അലതല്ലുന്ന സന്തോഷത്തിന്റെ ഉടമയായിക്കൊണ്ട്, സന്തോഷത്തിന്റെ മേൽ സന്തോഷവാനായിക്കൊണ്ടൊരു മനുഷ്യൻ മരിക്കുകയോ? ആലോചിച്ചു നോക്കൂ. സന്തോഷത്തിന്റെ മേൽ സന്തോഷവാനായിക്കൊണ്ട് മരിച്ചുകൊള്ളുക, അതാ മടങ്ങിക്കൊള്ളുക. താങ്കളുടെ ഭവനം ഇത് കണ്ടുകൊള്ളുക. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള കവാടം വാഹനവും താങ്കളുടെ ഭവനവും ഇതാകുന്നു എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതാ സ്വർഗത്തിലേക്ക് നേരെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ചേർന്നുകൊള്ളുക. ഇതാണ് സത്യവിശ്വാസിയായ മനുഷ്യൻ. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അന്വേഷിച്ച് അറിഞ്ഞ് പഠിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ ആഗ്രഹിക്കുന്ന, അതിന് ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അതൊക്കെ അതിവിദൂരമായ അകലങ്ങളിലെ നമുക്കൊന്നും അത് കാണാൻ പറ്റുമോ? നമുക്കൊക്കെ അത് കിട്ടുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ പറഞ്ഞെത്തുന്ന ഒരവസ്ഥയാണിത്. ഇപ്പോൾ ഞാൻ അവിടെ എത്തിയില്ലെങ്കിലും സ്വർഗത്തിലെ അത്യുന്നതങ്ങളായ സൗധങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തപ്പോ സഹാബികളിൽ നിന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അത് അമ്പിയാക്കന്മാർക്കും അവരെ പോലെയുള്ള ആളുകൾക്കുമല്ലാതെ ഞങ്ങളെപ്പോലെയുള്ള സാധുക്കൾക്ക് അത് ലഭിക്കുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർക്കൊക്കെ കൊടുക്കുവാനുള്ള അള്ളാഹുവിന്റെ ദാനമാകുന്നു ആ സ്വർഗത്തിലെ കോട്ടകളും അവിടെയുള്ള സൗകര്യങ്ങളുമൊക്കെ. അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ളതല്ല. അള്ളാഹുവിന്റെ വിധി അന്വേഷിക്കുന്ന സത്യവിശ്വാസികളാണ് നമ്മൾ. സമാധാനിക്കാം നാഥ, ഞങ്ങൾക്ക് നിന്റെ കരുണയിൽ നിന്നല്ലാതെ ചോദിക്കുവാനില്ല. റഹ്മാനായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളെയും ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ പൊതിയേണമേ തമ്പുരാനെ.
അപ്പോൾ സത്യവിശ്വാസികളാവാൻ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്ക് സാധിച്ചു. അതിന് അകലങ്ങളിൽ അകന്നു ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അള്ളാഹു പറഞ്ഞതാണിത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെയും ഏതൊരാലിമിന്റെയും അഭിപ്രായം നമുക്ക് ആവശ്യമില്ലാത്തവരാവണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, ഹദീസ് ശരീഫ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, എന്നാൽ സമിഅനാ വഅതാനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, ഖുർആൻ പറഞ്ഞത് ഞാൻ കേട്ടു നാഥ, നിന്റെ ഹബീബായ റസൂലിന്റെ വാക്കും ഞാൻ കേട്ടു തമ്പുരാനെ, ഇനി ഞാൻ അതിന് വഴിപ്പെടുകയാണ് നാഥ, അതിനപ്പുറമുള്ള അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ടതില്ല. അതാണ് സമിഅനാ വഅതാനാ. യാ അയ്യത്തുഹൻ നഫ്സ്, അപ്പുറമുള്ള അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ടതില്ല. അതാണ് സമിഅനാ വഅതാനാ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അപ്പോൾ ഒരു സത്യവിശ്വാസിയായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, അവിടുത്തെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾ മരിക്കുമ്പോൾ ഇങ്ങനെയാണ്. അനേകായിരം മലക്കുകളുടെ സാന്നിധ്യത്തിൽ ആ മലക്കുകൾ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾക്കോ തന്റെ ഭാര്യക്കോ ബന്ധപ്പെട്ടവർക്കോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനേ കഴിയുകയില്ല. കിടക്കുന്നത് നമ്മുടെ മുമ്പിലാണെങ്കിലും അദ്ദേഹം ഈ ലോകത്തിന് വിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചയും അവസ്ഥയുമൊക്കെ, അദ്ദേഹം മറ്റൊരു ലോകത്താണ്. അദ്ദേഹം കാണുന്നത് തന്നെ മറ്റൊന്നാണ്. അദ്ദേഹം കാണുന്നത് മലക്കുകളെയാണ്. ആ മലക്കുകൾ കാണിച്ചു കൊടുത്ത സ്വർഗപ്പൂങ്കാവനത്തെയാണ്. അത് കണ്ടുകൊണ്ടാണ് ആ സത്യവിശ്വാസി മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്ന സുഹൃതനായ ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ സത്യവിശ്വാസികൾ, എന്നാൽ ആ മനുഷ്യനെ കൊന്ന അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ടതാണ് ആ സത്യവിശ്വാസി. പക്ഷെ അദ്ദേഹത്തെ കൊന്നവനുണ്ട് ഇവിടെ. ആ കൊലയാളിയും ഒരുപോലെ ആയിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അങ്ങനെ ആവുകയില്ല. സത്യനിഷേധികളായ ആളുകളുടെ മരണത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വേറെ വിവരിക്കുന്നത്, സത്യനിഷേധികളായ, അക്രമികളായ, തെമ്മാടികളായ, വിധിവിലക്കുകളെ മാനിക്കാത്തവരായ വൃത്തികെട്ട മനുഷ്യന്മാരുടെ മരണത്തെക്കുറിച്ച് അള്ളാഹു മറ്റൊരു രൂപത്തിൽ വിവരിക്കുന്നു. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. كلا, സത്യനിഷേധിയുടെയും മരണം അതുപോലെയല്ല. കല്ല, അങ്ങനെയല്ല. ഇദാ ബലഗത്തി തറാഖി, അവന്റെ ഊർദ്ധശ്വാസം മന്ദശ്വാസം അവന്റെ തൊണ്ടൻകുഴിയിലെത്തുമ്പോൾ വഖീല മൻ റാഖ്, അതാ പറയപ്പെടുന്നു, ഇനി എവിടെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുക, എങ്ങനെയാണ് ഇയാളെ രക്ഷപ്പെടുത്താൻ കഴിയുക, ഇനി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്കാനുള്ളത് ചൊല്ലിക്കൊടുത്തോളൂ, അദ്ദേഹത്തിന് അവസാനമായി ചെയ്യുവാനുള്ളത് ചെയ്തുകൊണ്ടിരുന്നോളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്, ഡോക്ടറെ വിളിക്കാൻ പോയ മൂത്ത മകനെ തേടി അടുത്ത മകനും ഓടിപ്പോയിരിക്കുന്നു. ഭാര്യ ഒരു ഭാഗത്ത് ബോധം കെട്ട് കിടക്കുന്നു, മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നാട്ടുകാർ ഓടിക്കൂടിയിരിക്കുന്നു, എല്ലാവരും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരാര് ശ്രമിച്ചാലും, ഏത് ഡോക്ടർ വന്നാലും, ഏത് മരുന്നെത്തിയാലും, എന്തെല്ലാം എന്നെ രക്ഷപ്പെടുത്താൻ ഇവർ ശ്രമിച്ചാലും ശരി, വളന്ന അന്നഹുൽ ഫിറാഖ്, ഈ മനുഷ്യൻ ഈ ദുനിയാവുമായി വേർപ്പെടുക തന്നെയാണ് എന്നും മരണം സംഭവിക്കുക തന്നെയാണ് എന്നും അദ്ദേഹത്തിന് ഉറപ്പായി. കണം കരുത്തേകിയിരുന്ന അദ്ദേഹത്തിന്റെ കണങ്കാലുകളതാ പേടിച്ചു വിറച്ച് പരസ്പരം കൂട്ടിയടിക്കാൻ തുടങ്ങി. ഇനാ റബ്ബിക യൗമഇദിൽ മസാഖ്, അവൻ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക്, അവന്റെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിലേക്ക് തെളിയിക്കപ്പെടുകയാണ്. അവ മറ്റവനെ അങ്ങനെ ചലിക്കപ്പെട്ടത് അങ്ങനല്ല, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് തന്നെ. പക്ഷെ ഇവൻ കാണിക്കപ്പെട്ടത്, ഇവൻ അനുഭവപ്പെടുന്നത് അങ്ങനെയല്ല. നേരത്തെ സത്യവിശ്വാസിയുടെ സാന്നിധ്യത്തിൽ വന്ന മലക്കുകളെ കുറിച്ച് സൂചിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യനിഷേധിയായ കാഫിറായ മനുഷ്യൻ മരിക്കുമ്പോൾ അവിടെയുമുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ. വളരെ വിരൂപമായ, വികൃതമായ, ഭീഭത്സമായ രൂപത്തിൽ ആ മലക്കുകൾ ആ മനുഷ്യനെ സമീപിക്കുന്നു. അദ്ദേഹത്തിന് മുഖത്തും പുറത്തും അടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് അവന്റെ ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ്. ആ മനുഷ്യൻ വേദനിക്കുന്നു, കരയുന്നു, കഷ്ടപ്പെടുന്നു, കൈകാലിട്ടടിക്കുന്നു, എന്തൊക്കെയോ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല.
ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്, ആരൊക്കെയോ നോക്കുന്നുണ്ട്, എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും പറയാൻ അവന് കഴിയുന്നില്ല. അവനിതാ ഉറപ്പായിരിക്കുന്നു അന്നഹുൽ ഫിറാഖ്, ഞാൻ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരം, ഞാൻ വളർത്തിയുണ്ടാക്കിയ എന്റെ മക്കൾ, എന്റെ കച്ചവട സ്ഥാപനങ്ങൾ, എന്റെ സമ്പത്തുകൾ എല്ലാം ഉപേക്ഷിച്ച് ഞാനിതാ പോവുക തന്നെയാണ്. എങ്ങോട്ട്? സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്കാണോ? അതാ മനുഷ്യനെ നരകം കാണിക്കപ്പെട്ടു. ഇതാ ഇവിടേക്കാണ് നീ വരാൻ പോകുന്നത്, ഇതാണ് നിനക്കുള്ള നിത്യമായ വാസസ്ഥലമെന്ന് കാണിക്കുകയും അവനെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കണ്ടപ്പോൾ, ആ പ്രയാസപൂരിതമായ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് മാടി വിളിച്ചപ്പോൾ അദ്ദേഹം സന്തോഷവാനായി ഇറങ്ങുമോ? ഇല്ല. ഇഷ്ടമില്ലാത്തൊരു ഭാഗത്തേക്ക് ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ചാൽ ആ മനുഷ്യന്റെ സർവശക്തി ഉപയോഗിച്ച് തിരിച്ചിങ്ങോട്ടും വലിക്കുക സ്വാഭാവികമാണ്. ദുനിയാവിലേക്ക് തന്നെ മടക്കി കിട്ടുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ തിരിച്ചു വലിക്കാൻ ശ്രമിക്കുകയാണ് ഭയത്തോടുകൂടി. അതുകൊണ്ട് അവന്റെ കണങ്കാലുകൾ പരസ്പരം കൂട്ടിയടിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون حتى إذا جاء أحدهم الموت. അങ്ങനെയുള്ള മനുഷ്യന്റെ മരണം അവനെ സമീപിക്കുന്ന സമയം അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തമ്പുരാനേ റബ്ബിർജിഊൻ, എന്നെ മരിപ്പിക്കരുത് നാഥ, കുറച്ചു സമയം എനിക്ക് ജീവിക്കാൻ അനുവദിക്കണമേ, എന്നെ ഒന്നുകൂടി ജീവിതത്തിലേക്ക് മടക്കി തരണമേ തമ്പുരാനെ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ചെയ്യാൻ അനവധി സൗകര്യമുണ്ടായിരുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ടായിരുന്നു. എന്റെ മനസ്സാ പുണ്യം ചെയ്യാൻ അനുവദിച്ചില്ല. ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തമ്മാടിത്തമുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും എന്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. ഞാൻ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. നിർബന്ധമായി നീ കൽപ്പിച്ച പ്രവർത്തനങ്ങൾ ഒരുപാട് മാറ്റിവെച്ചിട്ടുണ്ട്, പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. എന്റെ വിശ്വാസം വികലമാണ്, എന്റെ പ്രവർത്തനങ്ങൾ വികലമാണ്, എന്റെ അപകടം, എന്റെ മരണവും അടക്കവും അപകടമാണ്. അതുകൊണ്ട് നാഥ എന്നെ അന്ന് അല്പവും കൂടി ജീവിക്കുവാൻ അനുവദിക്കണമേ. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ, ഞാനിതാ സുകൃതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് തമ്പുരാനെ, ഞാനത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. കല്ല കല്ല, ഇനി നീ പ്രവർത്തിക്കേണ്ടതില്ല, ഇനി നീ പ്രവർത്തിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ആളുകൾ ആരും പ്രവർത്തിക്കേണ്ടതില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഈ ദുർഘടമായ സാഹചര്യത്തിലെത്തുമ്പോൾ ഏത് ധിക്കാരിയും പറഞ്ഞു പോകുന്ന, ഒരാഗ്രഹം പ്രകടിപ്പിച്ചു പോകുന്ന വാക്കുകൾ മാത്രമാകുന്നു അത് അവനിനി ദുന്യാവിലേക്ക് മടക്കമില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഇനി അവന്റെ ജീവിതത്തിന് ശേഷമുള്ള ബർസഖിയായ ജീവിതം മാത്രമാകുന്നു, അത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ നീണ്ടുകിടക്കുന്ന ബർസഖിയായ ജീവിതം മാത്രമാകുന്നു അവനുള്ളത്. فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ആദിക്കാരി പറഞ്ഞു പോവുകയാണ്, തമ്പുരാനെ ഇതുവരെ പടച്ചവനെ എന്നവൻ വിളിക്കാറില്ലായിരുന്നു. പടപ്പുകളിൽപ്പെട്ട പലരെയും വിളിച്ച് ശരണം തേടി ജീവിച്ച മനുഷ്യൻ, പടച്ചവനെയല്ലാതെ പലരെയും പൂജിച്ച് ജീവിച്ച മനുഷ്യൻ, പടച്ചവനെ ചീത്ത പറയുകയും പടച്ചവനിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത അധികാരി, ലോകരാഷ്ട്രങ്ങളിലെ സത്യവിശ്വാസികളെ രക്തം കുടിക്കുവാൻ ആഗ്രഹിച്ച അധികാരികൾ, അവർ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ അവരും വിളിച്ചു പോകും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, തമ്പുരാനെ കുറച്ച് സമയം കൂടി ഇവിടെ ജീവിക്കാൻ തന്നിരുന്നുവെങ്കിൽ ഒരു മിസൈൽ കൂടി അയക്കാമായിരുന്നുവെന്നോ, ഒരു ബോംബ് കൂടി പൊട്ടിക്കാമായിരുന്നുവെന്നോ, ഒരു രാജ്യത്തെ കൂടി തകർക്കാമായിരുന്നോ എന്നല്ല അവൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് നീ പറഞ്ഞതും നിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞതും ആ വിധികളും ആ വിലക്കുകളും സത്യമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം തമ്പുരാനെ, സാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ജീവിച്ചുകൊള്ളാം തമ്പുരാനെ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി തീർന്ന മനുഷ്യരുടെ ആ കൃത്യമായ അവധിയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അല്പം പോലും തിരിച്ചു നൽകുകയില്ല. തിരിച്ച് കൂടുതൽ ജീവിക്കുവാൻ, പുണ്യം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്, പുണ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സമയം ചോദിച്ചത്. ഇനി നീ പുണ്യം ചെയ്യേണ്ടതില്ല, പുണ്യം ചെയ്യാൻ മാത്രം നിനക്ക് അവസരം തന്നു. അനാവശ്യമായി ചെയ്യാവുന്ന പുണ്യകർമ്മങ്ങളോട് അവഗണന കാണിച്ച് ഉപേക്ഷിച്ച ആർക്കും തോന്നിപ്പോകും, ഓ തമ്പുരാൻ അതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു കേട്ടോ,
അതാർക്കും തോന്നുന്നു, സത്യവിശ്വാസികൾക്കും തോന്നുന്നു. അനവധി പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ, പാപകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവസരമുണ്ടായിട്ട് ഒരാളൊന്നും മെല്ലെ വിളിച്ചോ എന്നാണ് പോയി കൊടുത്തു. വേണ്ടാന്ന് വിചാരിച്ചിങ്ങനെ റൂമിലിരിക്കരുത്. അപ്പൊ ഒരുത്തം വന്ന് വിളിച്ചു, ഏതായാലും ശരി ഇന്നും കൂടി ആവട്ടെ എന്ന് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ വിളിച്ച് നല്ലതിലേക്ക് വിളിക്കാൻ ചെയ്യുകയില്ല. അത്തരം ആളുകൾക്ക് തോന്നി പോകും, എന്റെ തമ്പുരാനെ എന്തെല്ലാം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു, അതിനൊന്നും ഞാൻ ചെവി കൊടുക്കുകയും ഹൃദയം തിരിക്കുകയും ചെയ്യാതെ പുണ്യകർമ്മങ്ങൾ ചെയ്തില്ലല്ലോ, എനിക്കതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ആ മനുഷ്യനും ആഗ്രഹിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികളല്ലാത്ത ധിക്കാരികളായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മാനിക്കാതെ ജീവിച്ച മനുഷ്യന്മാർ അവർ മരിച്ചുകൊണ്ടിരിക്കെ അതിന്റെ തൊട്ടു മുമ്പായി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ കൈകാലിട്ടടിക്കാൻ ആവതില്ലാതായി പോയി, അല്ലെങ്കിൽ ആ മനുഷ്യൻ കിടന്ന് ഉരുണ്ട് കരയുന്നത് പലരെയും നമ്മൾക്ക് കാണാൻ കഴിയുമായിരുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മിണ്ടാതെങ്ങനെ കിടന്ന് ആ കൈകാലുകളൊക്കെ നിവർത്തി വെച്ചിങ്ങനെ ആ ശ്വാസങ്ങനെ വലിക്കാനും കണ്ണിങ്ങനെ ഉരുട്ടാനും മാത്രമേ കഴിയുന്നുള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കിടന്ന് ഉരുളുകയും പിടയുകയും കൈകാലിട്ടടിക്കുകയും പ്രയാസപ്പെടുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു, കേൾക്കാമായിരുന്നു. അതിന് അവസരം സാഹചര്യം കൊടുക്കാത്തത് കൊണ്ട് എല്ലാം കണ്ട് കണ്ണ് ചെമ്മിപ്പോവുകയാണ്. അങ്ങനെ നമ്മൾ ശാന്തമായി മരിച്ചു എന്ന് പലരെക്കുറിച്ച് വിചാരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന്മാരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അവരുടെ കരച്ചിൽ കേൾക്കണോ നിങ്ങൾക്ക്, അവരുടെ പ്രയാസം കേൾക്കണോ നിങ്ങൾക്ക്, ഒരു സെക്കൻഡ് കൂടി ജീവിക്കാൻ അവർ അവസരം ചോദിച്ചു, ഒന്ന് പുണ്യവാനായി മരിക്കാൻ വേണ്ടി മാത്രം. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്. സുഹൃതന്മാരല്ലാത്ത വൃത്തികെട്ട മനുഷ്യന്മാർ, തമ്മാടികളായ മനുഷ്യന്മാരെ ആ മലക്കുകൾ അവരുടെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും അവരുടെ പുറത്തും ശക്തമായി പ്രഹരിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. വദൂഖു അദാബൽ ഹരീഖ്, എന്നിട്ട് അവരോട് പറയുന്നു, അനുഭവിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ കഠിന ശിക്ഷ ഇനി വരാനിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്നില്ല, അടിക്കാണ്, ചുട്ടടിയടിക്കാണ്. മനുഷ്യന്റെ മുഖത്തും അദ്ദേഹത്തിന്റെ മുതുകത്തും അടിച്ചുകൊണ്ടിരിക്കുന്നു. ചുട്ട അടിയടിച്ച് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നത്. കാണുന്നില്ല എന്ന് മാത്രം. ഈ മനുഷ്യൻ കണ്ണു ചിമ്മിക്കഴിഞ്ഞാൽ തീർന്നോ? സാധാരണഗതിയിൽ അങ്ങനെയുള്ള പറയുക. വലിയൊരു രോഗമോ പ്രയാസമോ ഉള്ള അവസരത്തിൽ ആരെങ്കിലും കാണാൻ പോയാൽ നമ്മൾ പറയുമോ, ഇങ്ങനെ കിടന്ന് നമ്മൾക്കും കൂടി ഇടങ്ങർ, അയാളെന്നാണ്ട് മരിച്ചിട്ടേലും മതിയായിരുന്നു, ആ കുടുംബം രക്ഷപ്പെട്ടു, അയാളും രക്ഷപ്പെട്ടു. കുടുംബം ഒരു പക്ഷേ രക്ഷപ്പെട്ടു, അയാൾ എങ്ങനെ രക്ഷപ്പെടുക? അയാൾ നല്ലവനല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകാറില്ല ചിലപ്പോ. നന്നാണ്ട് മരിച്ചു കിട്ടിയാൽ അയാളും രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു. കുടുംബം ആ ഭാരത്തിൽ നിന്നൊരു പക്ഷെ ഒഴിവായേക്കാം. അയാൾ രക്ഷപ്പെടുകയാണോ? അല്ല, അയാൾ ആരുടെയും സാന്നിധ്യമില്ലാത്തൊരു ദുർഘടമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക മാത്രമാണ്. വെറും ഒരു ട്രാൻസ്ഫർ മാത്രമാണ് മരണം, ഒന്നുമില്ലാതാവുകയല്ല. ദുന്യവിയായ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ളൊരു ജീവിത മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് അൽ മൗത്ത് ബാബുൻ, അതൊരു കവാടം മാത്രമാണ്. ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ഭാഗത്തിലാണ് കവാടം, ഒരു വാതിൽ എന്ന് പറയുക. ആ വാതിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെടുകയാണോ? അല്ല. ആ മനുഷ്യനെ കുളിപ്പിച്ച് കഫംപുടവ അണിയിച്ചുകൊണ്ട് ആ മനുഷ്യനെ ശവമഞ്ചത്തിൽ മയ്യത്ത് കെട്ടിലിൽ കയറി ആ സത്യവിശ്വാസികളായ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ആരായാലും ശരി ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ ധിക്കാരിയാണ് ആ മനുഷ്യനെങ്കിൽ, വിശ്വസിച്ചിട്ടില്ലാത്തവനാണ് എങ്കിൽ പുറത്ത് നൂറുകണക്കിന് കോടിക്കണക്കിന് ഉറുപ്പികയുടെ പൂമാലകൾ ചാർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ചന്ദനത്തിന്റെ മുട്ടികൾ കത്തിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും വിലപ്പെട്ട നെയ്യുകൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലും ഭസ്മം നിറക്കുവാനുള്ള കുടങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും വെടിവെക്കാൻ പട്ടാളക്കാർ വന്നു നിന്നിട്ടുണ്ടെങ്കിലും നേതാക്കന്മാരും രാഷ്ട്രത്തലവന്മാരുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ശരി, ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ സുഗന്ധമുള്ള പൂമാലകൾ, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ആനയിച്ചാദരിച്ച് ബഹുമാനിച്ച് ലോകരാഷ്ട്രത്തലവന്റെ ബഹുമാനാദരവുകളോടുകൂടി കബറടക്കം അല്ലെങ്കിൽ സ്മരണം കഴിഞ്ഞു എന്ന് പറയാറില്ലേ? പക്ഷേ ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ആ മനുഷ്യനെ ഉയർത്തി മറ്റുള്ളവർ ചുമലിൽ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ, വാഹനത്തിൽ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ, അപ്പോൾ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലയോ, ആരാണ് എനിക്ക് ഇനി സഹായത്തിനുള്ളത്? എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകരുത്, എന്നെ കഷ്ടപ്പെടുത്തരുത്, എന്നെ ഒറ്റയ്ക്ക് വിട്ടുപോകരുത് എന്ന് ആ മയ്യത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നേരെ മറിച്ച് സത്യവിശ്വാസിയാണെങ്കിൽ കാലത്ത്
ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഒന്ന് വേഗം കൊണ്ടുപോകൂ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ അഹങ്കാരമുള്ള ലോകത്തിൽ നിന്ന്, ഈ പാരപ്പടിയുള്ള ലോകത്തിൽ നിന്ന്, ഈ ദുരിതങ്ങൾ നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ അസൂയ നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ലോകത്തിൽ നിന്ന്, അഹങ്കാരമില്ലാത്ത അക്രമമില്ലാത്ത അനാവശ്യ വാക്കുകൾ പോലും കേൾക്കാനില്ലാത്ത സമാധാന ഭവനത്തിലേക്ക് എന്നെ വേഗത്തിലെത്തിക്കാതെ എന്തിനാണ് നിങ്ങളെ താമസിപ്പിക്കുന്നത്? ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഒന്ന് വേഗമാവട്ടെ, വേഗം കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് ആ മനുഷ്യൻ പറയുന്നു. സത്യവിശ്വാസി അല്ല എങ്കിൽ വഇൻകാനത്ത് ഗൈറ സ്വാലിഹ ഖാലത് യാ വൈലഹ അയ്ന തദ്ഹബൂന ബിഹാ യസ്മഉ സൗതുഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ. ആ മനുഷ്യന്റെ ആ കരച്ചിൽ, ആ അട്ടഹാസം, ആ ഖേദപ്രകടനം മനുഷ്യനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും അത് കേൾക്കുന്നുണ്ട് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇൻസാൻ അത് കേട്ടിരുന്നുവെങ്കിലോ വലൗ സമയഹു അൽ ഇൻസാൻ, മനുഷ്യനും കൂടി ആ കരച്ചിൽ കേൾക്കുകയാണെങ്കിലോ ലസൈഖാവൻ നശിച്ചു പോകുമായിരുന്നു. ചുമലിൽ കട്ടിലിൽ കിടന്ന് പിടഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആർക്കാണ് ചുമന്നുകൊണ്ടുപോയി കബറിൽ കുഴിച്ചു മൂടാൻ കഴിയുക? ആർക്കാണ് ചന്ദനമുട്ടിയുടെ നടുവിൽ വെച്ച് തീ കൊളുത്താൻ കഴിയുക? അവർ വിഷമിക്കുമായിരുന്നു, അവർ ബുദ്ധിമുട്ടുമായിരുന്നു. അതുകൊണ്ട് അവനെ വഹിച്ചു കൊണ്ടുപോകുന്ന, അവനെ കുളിപ്പിച്ച് അവനെ തുണിയിൽ പൊതിഞ്ഞ അവന്റെ ബന്ധപ്പെട്ടവർക്ക് കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ കരയുവാനുള്ള കഴിവ് കൊടുത്ത നാഥൻ പരിശുദ്ധനാണ്, അവൻ സർവശക്തനാണ്. ഈ മയ്യത്ത്, ഈ ശവം അതാ കട്ടിലിൽ കിടന്ന് കരയുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. കുളിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴും കരയുകയാണ്, ദുരിതം അനുഭവിച്ച് അട്ടഹസിക്കുകയാണ്, കൊണ്ടുപോകരുതേ എന്ന് കേണപേക്ഷിക്കുകയാണ്. മറ്റേ സത്യവിശ്വാസിയോ ഒന്ന് വേഗമാവട്ടെ, താമസിപ്പിക്കരുതേ എന്നെ, എന്റെ റബ്ബ് എനിക്കൊരുക്കി വെച്ച ആ സുന്ദരമായ സുഖകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് നിങ്ങൾ കാലതാമസം വരുത്തുന്നത്? വേഗമായിക്കൊള്ളട്ടെ, ആര് വരാൻ, ആരെ കാത്തിരിക്കുന്നു എന്ന് ചോദിച്ച് ആ മനുഷ്യൻ ഖേദം പ്രകടിപ്പിക്കുന്നു. വേഗമാവട്ടെ. മറ്റവനോ കൊണ്ടുപോകരുത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അതും കഴിഞ്ഞു. ആ മനുഷ്യനെ പിന്നെ സമാധാനം കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങുമല്ലോ. മലക്കുകളും കുടുങ്ങി, പടച്ചവനും കുടുങ്ങും. കരിച്ചങ്ങോട്ട് കളഞ്ഞൊരു കുടത്തിലാക്കി അവിടെ വെച്ചാ, പുറത്തിലാക്കി വെച്ചാൽ കുടയെങ്കിലും കിട്ടും. അല്ല നൈലോ മറ്റിലോ കൊണ്ട് ഒഴിക്കിയാലോ പിന്നെ പെട്ടത് തന്നെ. അപ്പൊ അതുമില്ല, എല്ലായിടത്തും കുറേശ്ശെ കണ്ട് സ്പ്രേ ആയിട്ടാണ്ട് വീശിയാൽ പിന്നെ എവിടുന്ന് വാരിക്കൂട്ടാനാണ് ഈ മനുഷ്യനെ? അതുകൊണ്ട് അവന് തിരിച്ചു കിട്ടി സൃഷ്ടിക്കുവാനുള്ളൊരു അവസരം കൊടുക്കാത്ത രൂപത്തിൽ പടച്ചവനെ പോലും പറ്റിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുകയാണ്. ചുട്ടുകരിച്ചു കളഞ്ഞാലും ചെറുതുണ്ടമാക്കിയെറിഞ്ഞാലും കൂട്ടിയിണക്കിയെടുക്കാന് കഴിവുണ്ട് സഹജ റഹ്മാനെ. ചുട്ടുകരിച്ചു കളഞ്ഞാലും ചെറുതുണ്ടമാക്കി വീശിയെറിഞ്ഞാലും കൂട്ടിയിണക്കിയെടുക്കുവാൻ കഴിവുണ്ട് സഹജ റഹ്മാൻ. റഹ്മാനായ തമ്പുരാന് ഈ സൃഷ്ടിച്ച് മരിച്ചുപോയ മനുഷ്യനെ വീണ്ടും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പരാജയപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിൽ അവനെ ആക്കിവിട്ടാൽ പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരികയില്ലല്ലോ എന്നേതെങ്കിലും പൊട്ടന്മാർ ഇനിയും വിചാരിക്കുന്നുവെങ്കിൽ അവർ മഹാവിഡ്ഢികളായിരിക്കുന്നു, അങ്ങേയറ്റത്തെ വിഡ്ഢികൾ. പടച്ചതമ്പുരാനെ സൃഷ്ടിച്ച ഈ മനുഷ്യനോട് കൊൻ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ, അവനിങ്ങ് എഴുന്നേൽക്കുമെന്ന് പറയാൻ പോകുന്നു. അപ്പോ ഈ മനുഷ്യൻ കൊണ്ടുപോകുമ്പോഴും കരയുന്നു, ഏത് സമയത്തും പ്രയാസം അനുഭവിക്കുന്നു. ഇനി അവനെ കബറിൽ വെച്ചാലോ? കബറിൽ വെച്ച് കഴിഞ്ഞാൽ അവനെ കുഴിച്ചുമൂടി അല്ലെങ്കിൽ മറവ് ചെയ്ത് അവിടെ നിന്ന് ആ പ്രാർത്ഥനയൊക്കെ നടത്തി, അല്ലെങ്കിൽ നടത്തിയില്ല വേറെ എന്തൊക്കെയോ ചെയ്ത്, പലരും അങ്ങനെയാണല്ലോ, അതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു പോന്നാൽ ആ തിരിച്ചു പോരുന്ന അവന്റെ മക്കളും ബന്ധപ്പെട്ടവരും നടന്ന് പിന്നിലേക്ക് നടന്നകർന്ന് അവരുടെ ചെരുപ്പിന്റെ ശബ്ദം, ചെരുപ്പ് കാലിലടിക്കുന്ന ശബ്ദം കേൾക്കുന്ന അകലിലെത്തിലെത്തിയാൽ അതാ രണ്ട് മലക്കുകൾ വന്ന മനുഷ്യനെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. എന്താപ്പാ വീട്, എന്താപ്പാ വീട്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും വിരുന്നു പോയിട്ട് പെട്ടെന്നൊന്ന് ഉണർന്നാൽ നമ്മളിങ്ങനെ നോക്കി എവിടെയാണ് ഇപ്പൊ ഞാന്, എവിടെ ഇപ്പൊ സ്വിച്ച്, എവിടെ വാതിൽ, എങ്ങനെ പുറത്തു പോവുക? അപ്പൊ സ്വിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ ഒന്ന് എങ്ങനെയാണ് പ്രയാസപ്പോയിട്ടാവും. ഇപ്പൊ സംഗതി മനസ്സിലായി. അപ്പൊ അവിടെ ഉണർന്നാൽ ഒരു തപ്പി നോക്കലുണ്ടാവും, ഏതാപ്പ റൂമ്. കബറിന് പലരും കബർ കണ്ടവരാണല്ലോ, മണിക്കൂറുകളോളം കബർ നോക്കിയിരുന്നവരായിരിക്കും ഈ കൂട്ടത്തിലുള്ള പലരും. ആ കബറിൽ വെച്ച് അങ്ങനെ തന്നെ നിന്നാണ്ട് ജീവൻ നൽകിയെന്ന് വിചാരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുകളിലേക്കൊന്ന് പൊത്തി നന്ദിച്ചു നോക്കിയാൽ
അവിടെ അടപ്പിട്ട് മൂടിയിരിക്കുന്നു. ഗർഭാശയത്തിന്റെ ഇരുട്ടും കബറിലെ ഇരുട്ടും ഒരുപോലെ. അങ്ങേറ്റത്ത് കൂരാക്കൂരിരുട്ട്, കട്ട പിടിച്ച ഇരുട്ട്. വീതിയും വിസ്താരവുമുണ്ടോ? ഇല്ല. ചൂടും വെളിച്ചവും കാറ്റും കിട്ടാനുണ്ടോ? അതുമില്ല. അകിണ ഇടുങ്ങിയ സമമായി എല്ലാവർക്കും കണക്കാക്കിയ ആ വലുപ്പത്തിലും ആ വീതിയിലും ആ പൊക്കത്തിലും കുഴിച്ചുണ്ടാക്കിയ ആ വീട്ടിൽ വെച്ച് ഈ മനുഷ്യനെ പടച്ചതമ്പുരാൻ വിളിച്ചുണർത്തുന്നു. അവൻ എഴുന്നേൽക്കുന്നു. അത്രയുള്ളൂ മനുഷ്യന്റെ മരണവും രണ്ടാമത് എഴുന്നേൽക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങുന്ന ആദ്യത്തെ ദിവസത്തിൽ ആളുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നേരം വൈകുന്നേരമായാൽ ഉറങ്ങാറില്ലേ? അതെ, ഉറങ്ങാറുണ്ട്. പ്രഭാതമായാൽ നിങ്ങൾ ഉണരുകയും ചെയ്യാറില്ലേ? അതെ, ഉണരുകയും ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം അവസാനിച്ചാൽ നിങ്ങൾ ഉറങ്ങും, കുറച്ചു നേരം മരിച്ചു കിടക്കും. പിന്നെ നിങ്ങളെ ആവശ്യമാകുന്ന സമയത്ത് അല്ലാഹു വീണ്ടും ഉണർത്തും, അവൻ ജീവൻ നൽകുകയും ചെയ്യും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറങ്ങി എഴുന്നേറ്റാൻ സത്യവിശ്വാസി പറയുന്ന ഈ വാക്കിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ വിളിച്ചുണർത്തുന്ന ഒരു ചിന്ത, അവനെ തട്ടിയുണർത്തുന്ന പദങ്ങളാകുന്നു അതിലുള്ളത്. അപ്പോൾ ഈ മനുഷ്യന്മാർ, മറവ് ചെയ്ത മനുഷ്യന്മാർ ഇറങ്ങി തിരിക്കുമ്പോഴേക്ക്, അവരുടെ കാലിലെ ചെരുപ്പടിയുടെ ശബ്ദം കേൾക്കുന്ന സമയമാകുമ്പോഴേക്ക് ഈ മനുഷ്യനെ മലക്കുകൾ വന്ന് വിളിച്ചുണർത്തി അവൻ എഴുന്നേറ്റിരുന്നോ. ഖബറിൽ വെച്ച് ജീവൻ നൽകി. വേറൊരു ശിക്ഷയും വേണ്ട, ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി, അതെന്നെ ശിക്ഷയാണ്. ബോധം കിടുമെങ്കിൽ അവിടെ ബോധം കിടും. പക്ഷെ അവിടെ ബോധം കിട്ടൂലല്ലോ, കാരണം അവിടെ നടക്കേണ്ടത് നടക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ബോധം കെട്ടി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് അവിടെ നിന്ന് ഉണ്ടായിക്കോ. പിന്നെ അത് രണ്ടാമതൊന്നും കൂടി ഉണ്ടായി അവിടെ നിന്ന് മരിക്കൂലല്ലോ. ഇവിടുന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ച ആളായാലും ശരി, ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ രണ്ടാമത് അറ്റാക്ക് ഉണ്ടായി ഉടനെ തന്നെ മരിക്കുവോ? ഇല്ല. അവിടെ നടക്കേണ്ട കാര്യം നടത്താൻ വേണ്ടി അള്ളാഹുവിന് നിശ്ചയമാണ് അവൻ വിളിച്ചുണർത്തപ്പെട്ടിരിക്കുന്നത്. ഭയം, പ്രയാസം. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ ആ മനുഷ്യന്റെ മനോധൈര്യത്തിന് വേണ്ടി, മനസമാധാനത്തിന് വേണ്ടി ദുആ ചെയ്തോളൂ കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് മരിച്ചു കഴിഞ്ഞ മറവ് ചെയ്ത മനുഷ്യന് വേണ്ടി സത്യവിശ്വാസികൾ ഇവിടെ വെച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതാണ് തസ്ബീത്തിന്റെ പ്രാർത്ഥന. അത് ഖബറിൽ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് അവിടെ ചെയ്യേണ്ടതായ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഒട്ടകത്തെ അറുത്ത് മാംസമാക്കി വിതരണം ചെയ്യാൻ വേണ്ട സമയം, അത്രയും സമയം ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നോളൂ. അതാണ് തസ്ബീത്ത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിങ്ങൾ തസ്ബീത്ത് മനസ്സമാധാനത്തിനും മനോധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അവർ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത് നമ്മൾ. അതാണ് തസ്ബീത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബിഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. പല മഹല്ലിലും ഇത് കേൾക്കാൻ പോലും കഴിയാത്തവരുണ്ടാവാം ഇവർ. പക്ഷേ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടോ മറവ് ചെയ്ത്? അതെ, ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യാൻ പറഞ്ഞൊരു സുന്നത്താണ് നഷ്ടപ്പെടുത്തിയപ്പോൾ വേറെ ചിലർ കടന്നു വന്നു. ഞാൻ വിഷയം മാറിപ്പോന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അത് കേൾപ്പിച്ചാൽ ആ ഖബറിൽ വിളിച്ചുണർത്തുന്ന മനുഷ്യന് എല്ലാവരും ഒരുപോലെ ആവുമെന്ന് മനസ്സിലാവും. സത്യവിശ്വാസി ഉണർന്നാലും ധിക്കാരി ഉണർന്നാലും ഒരേ അവസ്ഥയായിരിക്കുമോ? അവിടെ അല്ല. ഈ സത്യവിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അദ്ദേഹം സത്യവിശ്വാസിയായി മരിച്ചുപോയ ആളുമാണ്. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ, തമ്പുരാനേ, സബ്ബിത്ഹു ഇൻദ സുആൽ. റഹ്മാനായ നാഥ, ആ മനുഷ്യൻ വിളിച്ചുണർത്തപ്പെടുകയാണ്. അദ്ദേഹം ഇതാ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. റഹ്മാനെ, മക്കൾ കൂടെയില്ല, ഭാര്യ കൂടെയില്ല, കൂട്ടുകാരില്ല, അയൽപക്കക്കാരില്ല, സ്നേഹജനങ്ങൾ ആരുമില്ല, ഒറ്റക്ക് മാത്രമാണ് നാഥ ആ മനുഷ്യനുള്ളത്. അതുകൊണ്ട് തമ്പുരാനെ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, വിചാരണാ സമയത്ത് മനോധൈര്യം നൽകിയ മനുഷ്യരെ കാത്തുരക്ഷിക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. കാരുണ്യമുള്ള തമ്പുരാനെ, ആ മനുഷ്യൻ പറയേണ്ട ഉത്തരം എന്താണ് എന്ന് ആർക്കും പറഞ്ഞുകൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹമുള്ളത്.
ഈ ലോകത്തിലെ ഈ പള്ളിയിലെ പുരോഹിതൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് അറിയാത്തത് വിളിച്ച് ചോദിച്ച് പലതും പഠിച്ചിട്ടുണ്ട്. ആ പുരോഹിതൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതാ എന്റെ മനസ്സുകൾ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നു, എന്താണ് ഞാൻ പറയേണ്ടത് എന്ന്. ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുവാനോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാനോ പറ്റാത്തൊരാ ലോകത്താണ് തമ്പുരാനെ ആ മനുഷ്യനുള്ളത്. അതുകൊണ്ട് അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, പറയേണ്ട ഉത്തരം അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ തോന്നിപ്പിച്ചു കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, വിശാലമായ സുന്ദരമായ അടിഞ്ഞൊരുങ്ങിയ റൂമിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ആ റൂമിൽ നിന്നും കുളിപ്പിച്ച് കൊണ്ടുപോയി കിടത്തിയത് ആ മണ്ണിൽ കുളിച്ചു ഉണ്ടാക്കിയ ഒരു കബറിടത്തിൽ മാത്രമാകുന്നു തമ്പുരാനെ. അതിന്റെ വീതിയും വിസ്താരവും നീ ഞങ്ങൾ കണ്ടതാണ്. നീ വിചാരിച്ചാൽ ആ ഭവനത്തെ എത്രമാത്രം വിശാലമാക്കി കൊടുക്കുവാനും നിനക്ക് കഴിവുണ്ട് നാഥാ. നിന്റെ കനിവിൽ നിന്ന് അദ്ദേഹത്തിന്റെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. നാഥാ, അദ്ദേഹം ഏറെക്കുറെ പാപങ്ങളും കുറ്റങ്ങളും ചെയ്തവനായിരിക്കാം. നീ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന, മാപ്പ് ചെയ്തു കൊടുക്കുന്ന ദയാലുവായ നാഥനും യജമാനനും തന്നെയാണ്. നിന്റെ കൃപയിൽ നിന്ന്, നിന്റെ കാരുണ്യത്തിൽ നിന്ന്, നിന്റെ ദയയിൽ നിന്ന് ആ മനുഷ്യന്റെ പാപങ്ങൾ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹത്തോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫദ. ഏകനായി ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഭീതികളും ഭയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഭീതികളിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നീ നിർഭയത്വം നൽകുകയും ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. ഇത് ആണ് തസ്ബീഹിന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. വാപ്പയെ അങ്ങോട്ട് കബറിൽ വെച്ചിട്ട് മക്കളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തു നിന്നുള്ള ബന്ധമെല്ലാം മക്കൾ വരെ വിട്ടിട്ടുണ്ടാവും. ഇപ്പോ വാപ്പ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തും അവരെ പഠിപ്പിച്ചതും അവരെ ഉദ്യോഗത്തിലാക്കിയതും ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഈ മക്കളെ പഠിപ്പിച്ചതും ദീനി പഠിപ്പിച്ചതും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വാപ്പാക്ക് വേണ്ടി. ഈ പ്രാർത്ഥന അതൊരു വിലപ്പെട്ട പ്രാർത്ഥനയാണ്. അതൊരു വിലപ്പെട്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് പകരം പള്ളിയിലെ മുസ്ലിയാരെ മൗലവിനെ വിളിച്ചിട്ട് നിങ്ങൾ ആ ഉത്തരം കൂടെ ഒന്നാണ് പറഞ്ഞു കൊടുത്തേ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ നേരം ചായച്ചാടെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കൊടുത്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ സമുദായത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയേണ്ടി വന്നത്. അതിന് തെൽഖീൻ എന്ന് പറയും, അതിന് സുന്നത്തിൽ തെളിവില്ല. തസ്ബീഹിനാണ് സുന്നത്തിൽ തെളിവുള്ളത് എന്ന് ഉറപ്പെടുത്തുകയാണ്. തസ്ബീഹിന്റെ പ്രാർത്ഥന മനുഷ്യന് വേണ്ടി പടച്ചവനോട് ഇങ്ങനെ പറയുക, അതിനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് നൽകിയത്. വേറെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവിടെ നിന്നിട്ട് ഇതാ നിന്റെ 2 മലക്കുകൾ വരാൻ പോകുന്നു, നീ ഇപ്പോൾ ഉണർത്തപ്പെടാൻ പോവുകയാണ്, നിന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക എന്നായിരിക്കും. ഖുൽ റബ്ബി അല്ലാഹ്. നീ പറയേണ്ട ഉത്തരം ഞാനിതാ പറഞ്ഞു തരുന്നു, ഓർമ്മ വെച്ചോളൂ. റബ്ബാണ് എന്റെ നാഥൻ എന്ന് പറഞ്ഞോളൂ എന്ന് ആ മൂടുകല്ലും വെച്ച് പലകയും വെച്ച് അല്ലെങ്കിൽ മണ്ണുമിട്ട് വെള്ളവും ഒഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടൊരു പണ്ഡിതൻ ആ കല്ലിന്റെ അടുത്ത് വന്ന് ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിന് പറ്റുന്ന ലോകത്തല്ല തമ്പുരാനെ എന്റെ വാപ്പയുള്ളത്. നീ തോന്നിപ്പിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയൂ. അതുകൊണ്ട് നാഥാ നീ തോന്നിപ്പിച്ചു കൊടുക്കേണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ബുദ്ധി അതല്ലേ നമുക്ക് പറഞ്ഞാലോചിച്ചിട്ട് ഈ ബുദ്ധിയൊക്കെ പണയാണ്ട് വെച്ചിട്ട് ഏതോ ഒരു ആലിമിന്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇരിക്കട്ടെ, അത് പറയും. അത് നിങ്ങൾ തെളിവ് അന്വേഷിച്ച് പഠിച്ച് ഏതാ ചെയ്തതെന്ന് തീരുമാനിച്ചു. ഏതായാലും കബറുണ്ട് എന്നും അവിടെ വെച്ച് വിളിച്ചുണർത്തുന്നും അവിടെ വെച്ച് വിചാരണ ചെയ്യുന്നുള്ള ഉറപ്പാണല്ലോ. അവിടെ ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ സ്വയം ജീവിതം കൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കുക, അത്രേ പറയാനുള്ളൂ. സ്വയം ജീവിതങ്ങൾ കൊണ്ട് സുഹൃതം പ്രവർത്തിക്കുകയും അക്രമങ്ങളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുക, അത് മാത്രമേ അതിന് മാർഗമുള്ളൂ. ഈ കബറിലേക്ക് ഇങ്ങനാണ്ട് ചെല്ലുമ്പോ, ഒരു വീട്ടിലേക്ക് നമ്മൾ അങ്ങനാണ്ട് ചെല്ലുമ്പോ ആ വീട്ടിലെ ആളുകൾ പുറത്തിറങ്ങി നിന്ന് നമ്മെ ഇങ്ങനെ സ്വാഗതം ചെയ്യുക. വെൽക്കം, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കയറിയിട്ട് ഞാനങ്ങോട്ട് ചെന്നപ്പോ അവരൊക്കെ അവിടെ എന്നെ തിരിഞ്ഞു നോക്കിയതും കൂടിയില്ല. എന്ത് പോയത് വഷള, എനിക്ക് പോകേണ്ടിരുന്നില്ലാന്ന് തോന്നി. എന്തിടൂ നോമ്പറിന് ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ അവര് സ്വീകരണം ശരിയായില്ല എന്ന് പറയാം. ഞാൻ ഒന്നും മനസ്സിലേക്ക് പറയില്ല, വന്നപ്പോ പറഞ്ഞു പോയി മാത്രം. സ്വീകരണം ശരിയായില്ല, അവരാൾ റെസ്പെക്ട് ചെയ്യണില്ല എന്നൊക്കെ പറയും. എന്നാൽ ഖബർ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യും, സ്വീകരിക്കും, അവനെ സ്വീകരിക്കും. അക്രമിയായ മനുഷ്യനോട് ഖബർ ഇങ്ങനെ പറയാൻ, എന്ത് ആന ബൈത്തുൽ ഖുർബ,
അന ബൈത്തുൽ വഹദ അന ബൈത്തുൽ തുറാബ്. ഇത് ആരുമില്ലല്ലോ ഇവിടെ, ഏകാന്തതയുടെ ഭവനമാണ്, ഒറ്റക്കാവണം ഇവിടെ കേട്ടോ. ഇവിടെ തലയിണയും ബെഡും ബെഡ്ഷീറ്റും ഒന്നുമില്ല. ഇത് മൺകുഴിയാണ്, മൺകുഴി, മണ്ണിൽ കുഴിച്ചുണ്ടാക്കിയൊരു കുഴി മാത്രമാണ്. ഇവിടെ തന്നെ കിടന്നോളണം. അതാ ബൈത്തുൽ തുറാബ്, അതാ ബൈത്തുൽ ഉൽമ. ഇവിടെ വെളിച്ചമൊന്നുമില്ല, അന്ധകാരത്തിന്റെ അങ്ങേയറ്റത്തെ കുരാക്കൂരി ഇരുട്ടിന്റെ ഭവനം. അതാണ് ഈ വീടിന്റെ സ്ഥിതി. പോരെങ്കിൽ കേൾക്കണോ, നീ കുളിപ്പിച്ച് സുഗന്ധം പൂശി തോർച്ച് വൃത്തിയാക്കി മിനുക്കി കൊണ്ടുകടന്നിരുന്ന നിന്റെ ഈ ശരീരമുണ്ടല്ലോ, അതാ ബൈത്തുദ്ദൂദ്. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ ഈ ശരീരം പുഴുവാവാൻ പോകുന്നു. ആകമാനം പുഴുക്കൾ നിറയുന്നൊരു ഭവനമാണിത് എന്ന് ഈ ഖബർ മനുഷ്യനോട് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നു. എവിടുക്കാപ്പ് വരുന്നേ, ഇതിനങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ സ്ഥിതി അറിയാൻ നിനക്ക്. ഇവിടെ വെളിച്ചമില്ല, ഇരുട്ടാണ്, ഇവിടെ ആരുമില്ല, ഒറ്റക്കാണ്, ഇത് ഒരു വിശാലതയുമില്ല, ഇവിടെ ഇടുക്കമാണ്. അതാ ബൈത്തുള്ളേത്ത്, ഈ ഇടുങ്ങിയ വീടാണ്, പുഴുക്കൾ നിറയുന്ന ഭവനമാണിത് എന്നൊക്കെ ആ മനുഷ്യനോട് ആ ഖബർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തൊരു ദൗർഭാഗ്യവാനും കൂടിയാണെങ്കിൽ അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കുന്നു, ആ മനുഷ്യനെ ഇടുക്കിക്കളയുക, ആ മനുഷ്യനെ ഇടുക്കിക്കളയുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന റിപ്പോർട്ട് പ്രകാരം ഈ മനുഷ്യന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കുന്ന രൂപത്തിൽ ആ മനുഷ്യനെ ഖബർ ഇടുക്കിക്കളയുമെന്നും ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. അല്ലെങ്കിലോ സത്യവിശ്വാസിയാണെങ്കിലോ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ വീടും അങ്ങനെയാകാമോ? ഖബർ ആവുകയില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ജീവിതം കൊണ്ട് ഉത്തരം പറഞ്ഞ് ജീവിച്ച മനുഷ്യന് പരലോകത്ത് ബർസഖിൽ ചെല്ലുമ്പോൾ ഖബറിൽ വെച്ച് ചോദിക്കുമ്പോഴും ആരാണ് ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലും ദാസനുമാണ്, അത് ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലും ദാസനുമാണ്, അത് ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു, ആ മനുഷ്യന് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കുക, ആ മനുഷ്യന് സ്വർഗത്തിൽ നിന്നുള്ളൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കുക. നം നീ ഉറങ്ങിക്കൊള്ളുക, കനൗമത്തിൽ അറൂസ്, മലക്കുകൾ ആ മനുഷ്യനെ അറിയിച്ചു കഴിഞ്ഞു. നം സാലിമൻ കം നൗമത്തൽ അറൂസ്, ഒരു പുതുമണവാളന്റെ ആദരവോടുകൂടി, ആ സ്നേഹത്തോടും അംഗീകാരത്തോടും കൂടി, സർവമാനമായ സന്തോഷത്തോടുകൂടി നീ ഭവനത്തിൽ ഉറങ്ങിക്കൊള്ളുക എന്ന് ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്. ആ മനുഷ്യൻ അവിടെ ശാന്തമായി ഉറങ്ങും. അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല, സന്തോഷമുണ്ട് അദ്ദേഹത്തിന്, സമാധാനമുണ്ട് അദ്ദേഹത്തിന്, യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ആ മനുഷ്യനുണ്ടായിരിക്കുകയില്ല. ഇതാണ് സത്യവിശ്വാസിയായ മനുഷ്യന്റെ സ്ഥിതി. എന്നാൽ സത്യനിഷേധിയായെങ്കിൽ അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെയാണ്. ഇങ്ങനെ കഴിഞ്ഞാൽ എന്നാ എന്നും അവിടെ ഇങ്ങനെ കഴിയാമോ? അവിടുന്ന് തൽക്കാലം അവിടുന്ന് വിശ്രമിക്കാൻ കൊടുത്തൊരു ഏരിയ മാത്രമാണ്. അവിടുന്ന് പുറത്തു വരണം, പുറത്ത് വന്നേ പറ്റൂ. പുറത്ത് മനുഷ്യനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പടച്ചതമ്പുരാൻ പറഞ്ഞൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ആകാശത്ത് കാർമേഘത്തെ അയക്കുന്നവനും കാറ്റടിപ്പിക്കുന്നവനും ഞാനാണ്. കാർമേഘം ഒരു ഭാഗത്ത് ഉയർന്നിട്ട് കാറ്റടിപ്പിച്ചതിനെ വെള്ളം ആവശ്യമുള്ള, മഴ ആവശ്യമുള്ള പ്രദേശത്തേക്ക് ഞാൻ തെളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ നാം മഴ വർഷിപ്പിക്കുന്നു. ആ മഴ വർഷിച്ചതിന്റെ കാരണമായി അവിടെ അതുവരെ കണ്ടിരുന്നില്ലാത്ത ചെടികൾ മുളച്ചു പൊന്തുന്നു. ഇതുപോലെയാണ് കദാലിക്കൻ നുശൂർ. ഇത്രയേ ഉള്ളൂ കൂട്ടരെ, നിങ്ങളൊക്കെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു മഴക്കാറ് വെച്ചു, കാറ്റടിച്ചു, മഴക്കാരനെ കൊണ്ടുപോയി എവിടെയോ മഴ പെയ്തു. നമ്മൾ ഇവിടെ നിന്നാകെ ഒലിച്ച് ആകെ വെള്ളപ്പൊക്കം ഉണ്ടാവും വിചാരിച്ചു. ഒരു തുള്ളി മഴ ഇവിടെ പെയ്തില്ല, അതൊക്കെ അവിടെ പോയി പെയ്തത്രേ. അവിടെ പോയി പെയ്തു, അവിടെ പേമാരി കനത്ത മഴ. ആ മഴ പെയ്തപ്പോൾ എന്തൊക്കെയോ വിത്തുകൾ ഭൂമിയിൽ കിടന്നിരുന്നു. അതാരും ആ വീട്ടുകാരനോ ആ പറമ്പിന്റെ ഉടമയോ കണ്ടിരുന്നില്ല.
ആ മണ്ണിൽ കിടന്നിരുന്ന വിത്തുകൾ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ആ കൃത്യമായ സമയത്ത് മുളച്ചു പൊന്തുന്നു. ഇതുപോലെ ഈ ഭൂമിയിൽ അടക്കം ചെയ്ത മുഴുവൻ മനുഷ്യരെയും സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ആ മനുഷ്യരെല്ലാവരും അതാ ഉയർത്തെഴുന്നേൽക്കുകയാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ എഴുന്നേൽക്കും, മുഴുവൻ മനുഷ്യരും എഴുന്നേൽക്കും. അതിന് മുമ്പാണല്ലോ ഖിയാമത്ത് നാളുണ്ടാവുക. അത് നമ്മൾ വിശ്വസിക്കുക. ഖിയാമത്ത് നാളെ വിശ്വസിക്കാവുന്ന മറ്റൊരു കാര്യമാണ്. ആ ഖിയാമത്ത് നാൾ ഒരു ഭീകരമായ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അതൊക്കെ വിവരിച്ച സമയം ഒരുപാട് പോകും. ഇപ്പോൾ തന്നെ സമയം നിർത്താനായി എന്നാണ് മുഖങ്ങൾ എന്നോട് മൗനമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. അതിനെ സംബന്ധിച്ച് ഏതാനും ചില വചനങ്ങൾ മാത്രം. യൗമ യജ്അലുൽ വിൽദാനി ശീബാ, കൊച്ചുകുട്ടികൾ നരബാധിച്ച് ആകമാനം വയസ്സന്മാരെ പോലെ ആകുന്ന ഒരു ദിവസം. വിൽദാൻ, ചെറിയ ചെറിയ മക്കൾ. ആ ദിവസത്തിന്റെ ഭീകരത കാരണമായി ആകമാനം ഷെയ്ബ്, തലമുടിയൊക്കെ നരച്ച് വെളുത്ത് കുമ്പളങ്ങ പോലെയായിപ്പോ. യജ്അലുൽ വിൽദാനി ശീബ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളഅത്തിൻ അമ്മാ അർളഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, മനുഷ്യ സമൂഹമേ, നിങ്ങളെ പടച്ചുണ്ടാക്കിയ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം, ആ പ്രകമ്പനം അതൊരു ഭയങ്കര സംഭവമാകുന്നു. യൗമ തറൗനഹ, ആ ദിവസം നിനക്ക് ആ ഭൂമിയെ കാണാം, ആ ദിവസത്തെ നിനക്ക് കാണാം. തദ്ഹലു കുല്ലു മുർളഅത്തിൻ അമ്മാ അർളഅത്, തങ്ങൾ പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കളെ അശ്രദ്ധമായി വലിച്ചെറിഞ്ഞു പോകുന്ന ദിവസമാകുന്നു അത്. അതുപോലെ തന്നെ പ്രായമാകാത്ത സ്ത്രീകൾ വരെ, ഗർഭം പ്രസവിക്കാനുള്ള സമയമായിട്ടില്ലാത്ത സ്ത്രീകൾ വരെ പ്രസവിച്ചു പോകുന്ന ഒരു ദിവസമാകുന്നു അത്. ആ ദിവസത്തിന്റെ ഗൗരവം പറഞ്ഞതാണ്. ഈ സദസ്സിൽ ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ രുചികരമായ ടേസ്റ്റായ ഒരു സംഗതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഇന്നയാൾക്ക് സുഖമില്ല, എന്നോട് വേദനില്ലാൻ പറഞ്ഞു. പിന്നെ അയാൾ അവിടെ ഇരിക്കുവോ? അയാൾ പോവും. എനിക്കത് കേൾക്കാനേ പറ്റില്ല. കുട്ടീന്റെ കരച്ചിലോ കൂടിയിട്ട് എന്താണ് അവന്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞോട്. അപ്പൊ എനിക്ക് വേദാറുണ്ട്, പേടിയുണ്ട്. എന്താണ്, വേറെ വേദനിച്ചിട്ടാണോ മറ്റേതാണോ എന്തോ? അപ്പൊ എനിക്ക് കേൾക്കാനേ പറ്റില്ല. അപ്പൊ കുട്ടികളിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാനാവാത്തവരാണ്, പ്രത്യേകിച്ചും മാതാക്കൾ, അതുപോലെ തന്നെ പിതാക്കൾ. പക്ഷേ അങ്ങനെയുള്ള തങ്ങളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തന്റെ മക്കളെ വലിച്ചെറിഞ്ഞ് തീരെ ആവശ്യമില്ലാത്തതുപോലെ അശ്രദ്ധമായി ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കണക്കാക്കാനോ ചിന്തിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. ആരെങ്കിലും ആവോ അങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് ആലോചിച്ചിട്ട്? സംഭവിക്കുക സാധ്യമല്ലല്ലോ. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഒന്ന് വീഴുകയോ എവിടെയെങ്കിലും ഇതേ തട്ടുകയോ ചെയ്താലേ ഇതെന്ന് എനിക്ക് വല്ലതും പറ്റുമോ? എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലൊന്ന് ഡോക്ടറെ പോയി കാണായിരുന്നു, അതല്ലേ നല്ലത്. നിനക്കൊന്നും പറ്റില്ല, പിന്നെ എന്തിനാ ഡോക്ടറെ കാണുക? എന്നാലും ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പൊ അതുകൊണ്ട് കുട്ടിക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാമെന്ന് പോയി കാണാമായിരുന്നു. തനിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഇനി തനിക്ക് സാരില്ല, ആ വേദനക്കാണ്ട് നാര്യത്തോട് മാറിക്കോളും. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരമാകുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ബേജാറ്. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കുഞ്ഞ്, താൻ കണ്ടിട്ടില്ല, അതിനെ താലോലിക്കാനും ഓമനിക്കാനും അവസരം കിട്ടിയിട്ടില്ല. അതിന്റെ മുമ്പ് തനിക്ക് വേണ്ടി പടച്ചുതമ്പുരാൻ ഗർഭാശയത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് എന്നോട് എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനം നൽകപ്പെട്ടവരാണ് മനുഷ്യ മാതാപിതാക്കൾ. അങ്ങനെയുള്ള മാതാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. കുല്ലു മുർളിഅത്തിൻ അമ്മ അർളഅത്, പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന തന്റെ പിഞ്ചോമനകളെ അശ്രദ്ധരായി അവഗണിച്ച് വലിച്ചെറിയുന്ന ഒരു ദിവസം. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭിണികളായ സ്ത്രീകൾ സമയമാകുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു പോകുന്ന ദിവസം. വഹമിലത്തിൽ അർളു വൽ ജിബാലു ഖദ് ദുക്കതാ ദക്കതം വാഹിദ, ആകാശത്തെയും ഭൂമിയെയും, ഹമിലത്തിൽ അർളു പർവ്വതങ്ങളെയും ഭൂമിയെയും പർവ്വതങ്ങളെയും, ഹമിലത്ത് അത് വഹിക്കപ്പെടുകയും, ദുക്കതാ ദക്കതം വാഹിദ പരസ്പരം വരച്ച കൂട്ടിയടിക്കൽ അടിക്കുകയും ചെയ്താൽ. ഒരുപാട് ആയത്തുകൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ഖുർആനിലുണ്ട്. ഇത്ര ചുരുക്കുകയാണോ? അത്ര ചുരുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ അവസാനിച്ചു. അപ്പൊ ഈ പ്രപഞ്ചം, ഈ മനുഷ്യൻ ആരോഗ്യവാനായി ഇങ്ങനെ പോകുന്നവൻ ഒരു ദിവസം മരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന്റെ ആരോഗ്യത്വം അത്രയേ ഉള്ളൂ. അതിന് കൃത്യമായൊരു അവസരം വെച്ചിരിക്കുന്നു.
അള്ളാഹുവിന്റെ കൃത്യമായ അവധി വരെ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കും. ഇലാ അജലിം മുസമ്മാന, സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ എന്ത് പറയുന്നു? ഇലാ അജലിം മുസമ്മ, അത് എത്ര ദിവസമാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യേണ്ടത് എന്ന് അതിന്റെ സൃഷ്ടാവായ നാഥൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ദിവസം അത്രയും ദിവസങ്ങൾ മാത്രം, ആ അജലും മുസമ്മ വരെ, നിശ്ചയിക്കപ്പെട്ട അവധി വരെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നെ അത് സഞ്ചരിക്കൂലെന്ന് അതാണ്. അപ്പൊ അതിന്റെ ഒരു അവസാനം അങ്ങനെ സംഭവിക്കും. എല്ലാം സംഭവിച്ച് ഖിയാമത്ത് നാളും കഴിഞ്ഞ് ദീർഘമായ കാലത്തിന് ശേഷമാണ് മനുഷ്യരെ വീണ്ടും വിളിച്ചുണർത്തി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഒരുപാട് പണിയുണ്ട്. 4 ആളിപ്പോ ഇവിടെ ഇങ്ങനെ ഒന്ന് കൂടാൻ വേണ്ടി എത്ര നോട്ടീസ്, എത്രയെല്ലാം പള്ളികളിൽ വിളിച്ചറിയും ചെയ്തു. എന്നിട്ട് തന്നെ കേട്ടവരൊക്കെ വന്നോ? അവർക്ക് അത്യാവശ്യം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല. അത് വേറെ. എന്നമായി ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യന്മാരൊക്കെ കൂടി വിളിച്ചുകൊണ്ടിരുന്ന ആ മലക്കുകളുടെ ഒരു ഇടങ്ങേറ്. ഇപ്പൊ സുബൈക്കൊക്കെ പ്രത്യേകിച്ച് വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഇരിഞ്ഞെടുക്കും, അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഇരിഞ്ഞെടുക്കും. ആ ഈ പോയപ്പോ എന്നെ വിളിച്ചില്ല എന്ന് അവസാനം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്ന വിചാരം. നിസ്കരിക്കാൻ പോകുമ്പോ നിന്നെ വിളിച്ചില്ല, അതിനോട് ഞാൻ പറഞ്ഞതല്ലേ. അന്നെ എത്ര വിളിച്ചാൽ തിരിഞ്ഞും പറഞ്ഞത് ഈയൊന്നും നിന്നെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിലും അങ്ങനെ തന്നെ. രണ്ടാമതൊരു ഏറും കൂടി കൊടുത്താൽ ഇവൻ മല്ലാനായി മഞ്ഞനായി. അങ്ങനെയാണ് വിചാരം. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണക്ക് കാണാത്ത അങ്ങേയറ്റത്തെ കാലമൊക്കെ മരിച്ചു കിടന്ന ഈ മനുഷ്യന്മാരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്മണി പണിയനേട്ടോ. എന്നാലേ റബ്ബിന്റെ അത് നമ്മുടെ പണിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ. അള്ളാഹുവിന്റെ തീരുമാനം അത് വളരെ എളുപ്പമാണ്. അപ്പൊ അതിന്റെ മുമ്പ് വേറൊരു നിഫാഖ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളിനുള്ള ഊത്തായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഒന്നുകൂടി ഊതിക്കഴിഞ്ഞാൽ ഫൈദാഹും, അപ്പോഴതെല്ലാ മനുഷ്യരെല്ലാവരും പരിചയമില്ലാത്തൊരു ലോകത്ത് വന്ന അത്ഭുതകരമായ ഒരു നോട്ടം. എവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. 4 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലെത്തുമ്പോ ആകെ മാറിയിരിക്കുന്നു നാടൊക്കെ. അന്നൊക്കെ ഇടുങ്ങിയ വഴി പെരിയ റോഡായി മാറിയിരിക്കുന്നു. കൂരകളായിരുന്നത് വലിയ കോട്ടകളായിരിക്കുന്നു. സ്ഥലം തന്നെ അറിയാതെ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. നീ എന്നാ പറഞ്ഞില്ലേ നാട്ടിൽ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, അവിടെ പഴയ വഴിയൊന്നും അല്ല, അതൊക്കെ ഉഷാറായിട്ട് പറഞ്ഞു. ഞാൻ എത്രയാ തെരഞ്ഞു തപ്പണത്, താനൊരു ചങ്ങായി കൊണ്ട് എത്തിച്ചു വന്നു. അങ്ങനെയാണ് ഞാൻ പറയുമ്പോ എത്ര അടുത്താണ് അവിടെ വന്നത്. ഇപ്പൊ നാടിന്റെ ഒരു മാറ്റേ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പോയി കണ്ടിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ അവിടുത്തെ മാറിയല്ലേ. നമ്മളെ വല്ലിപ്പമാര് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? വല്ലിപ്പോ മരിക്കണ കാലഘട്ടത്തിലൊക്കെ കുട്ടി ഇങ്ങനെ ചെറിയ പൈതലായിരുന്നു. അവനൊക്കെ ഇപ്പൊ കറുത്ത മീശൊക്കെ ഇങ്ങനെ വെച്ച് ജീൻസിട്ടുകൾ നടക്കണേണ്ട. ഇത് ഏതാണ്ടാ കുട്ടിയിൽ വയ്ക്കും. പിന്നെ അത്രയല്ല, ഏതോ കാലത്ത് ജീവിച്ച് മരിച്ച മനുഷ്യന്മാർ ഈ രണ്ടാമത് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരത്ഭുതം തന്നെ. രണ്ടാമതൊരു ഉരുട്ടൽ വേണ്ടി വന്നില്ല, അങ്ങോട്ട് എണീച്ചു പോന്നു. കുറച്ച് വെള്ളം കൂടി ഒന്നും വേണ്ടി വന്നില്ല. ആ കാഹളത്തിൽ ഊതപ്പെട്ടാൽ അതാ മനുഷ്യരെല്ലാവരും എഴുന്നേറ്റിങ്ങനെ നോക്കുകയാണ്. കാലൂ, അതിൽ ചില ആളുകൾ പറയുന്നു, കാലൂ യാ വൈലനാ മൻ ബാസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. നാശമേ, ആരാണ് സുഖമായ നിദ്രയിൽ നിന്ന് നമ്മെ വിളിച്ചുണർത്തിയത്? യാ വൈലനാ മൻ ബാസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഉറങ്ങിക്കിടന്നതല്ല, അമ്പിയാക്കന്മാർ പുനർജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ, ആ സത്യം അത് സത്യമായിരുന്നു, അത് സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ എഴുന്നേൽക്കലേ, എഴുന്നേറ്റ് എവിടുന്നാ വിളിക്കണേ? അങ്ങോട്ട് പോകാം. അമ്പെയ്ത് വിട്ട മാതിരി ഹദീസുകളും ആയത്തുകളും പറഞ്ഞു. മനുഷ്യൻ അള്ളാഹു വിളിച്ച ഭാഗത്തേക്ക് നേരത്തെ എന്നൊരു വിളി. ഇപ്പോഴത്തെ സുബൈ ശരിയല്ല കേട്ടോ, നല്ല ഉറങ്ങണ നേരത്താ എന്നൊക്കെ പറയാറില്ലേ. എന്നാൽ എന്താ നേരത്തെ ഒരു വിളി, ഇങ്ങനൊരു വിളി എന്നൊന്നുമില്ല. നുസ്ബ്, എഴുത് വിട്ട അമ്പിനെ പോലെ. അത് വേറെ ഒരിക്കലും തിരിഞ്ഞു നോക്കുവോ? അതിനേക്കാളും വലിയൊരു അമ്പ അവിടെ കിടക്കുന്നുണ്ട.
ഒരു അമ്പ് നമ്മളാണ്ട് എഴുതി വിട്ടാൽ അതങ്ങനെ എവിടേക്ക് എഴുതി വിട്ടാൽ അവിടെ പോയാണ്ട് തറക്കല്ല, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ചെയ്യുമ്പോൾ അവിടെ കിടക്കല്ലാണ്ടേ അത് വേറെ എന്തെങ്കിലും തിരിഞ്ഞും മറിഞ്ഞ് നോക്കിയെന്ന് നേരം പോകും അവിടെ എത്താൻ ഇല്ല. എന്നതുപോലെ തന്നെ അള്ളാഹു ഈ മനുഷ്യനെ വിളിച്ചുണർത്തിയാൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കി നിൽക്കാതെ എവിടുന്നാണോ വിളി കേട്ടത് ആ വിളി കേട്ട ഭാഗത്തേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരെ അങ്ങണ്ടെത്തി അവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തില്ല, മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടും. ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. അപ്പോഴതാ ആ മനുഷ്യരെല്ലാവരും നമ്മുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി ഒരു സമ്മേളനമായിരിക്കുന്നു. മുഴുവൻ മനുഷ്യരും കാലിന് പിരിച്ചാ പിരിയോ? ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു ഭാഗത്താണ്ട് ഒരുമിച്ച് കൂടിയാൽ, ഇപ്പോഴുള്ള ചില ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയാല് അവിടെ തല്ലാൻ നിൽക്കില്ല. അവരെല്ലാവരും വളരെ വിഷമത്തിലാണ്, എല്ലാവരും അങ്ങേയറ്റത്തെ വിഷമത്തിലാണ്. ആരും മറ്റുള്ളവന്റെ കാര്യത്തെക്കുറിച്ച് നോക്കുന്ന പ്രശ്നമേ ഇല്ല, സഹായിക്കുന്ന പ്രശ്നമേ ഇല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ തന്റെ സഹോദരനെ അശ്രദ്ധമാക്കി അവനെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ദിവസം, ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാത്ത ദിവസം, വാപ്പ വിളിച്ചാൽ വിളി കേൾക്കാത്ത ദിവസം, ഭാര്യ ഭർത്താവിനെ ചിന്തിച്ച് പ്രവർത്തിക്കാത്ത ദിവസം, ഭർത്താവ് വിളിച്ചാൽ ഭാര്യ നോക്കാത്ത ദിവസം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോരുത്തർക്കും അവരവരുടെ പ്രയാസം. അമ്പിയാക്കന്മാർ അവരുടെ കാര്യത്തിൽ വേചാറില്ല, എല്ലാവരും വളരെ വിഷമത്തിലും വേചാറുമാണ്. അതാണ് ആ ദിവസത്തിന്റെ സ്ഥിതി. ആരും ആരെയും നോക്കുകയില്ല, ആരും ആർക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയില്ല. യാ അയ്യുഹന്നാസു തഖൂ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ് فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. അല്ലയോ മനുഷ്യരെ, ഒരു ദിവസം വരാതിരിക്കുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. പിതാവ് മക്കൾക്ക് വേണ്ടിയോ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസമാകുന്നു അത്. ആ ദിവസം അത് സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നഷ്ടത്തിലാക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊടും വഞ്ചകനും ചതിയനുമായ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്നാണ്. അവ ആ ദിവസത്തിലെ വിജയം കരസ്ഥമാക്കാനുള്ള മാർഗത്തിൽ നിന്ന് നമ്മെ പിടിച്ചു തിരിക്കും പിശാചി. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു, മനുഷ്യരെല്ലാവരും ഒരുമിച്ചുകൂടി. ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. അല്ലാഹുവിന്റെ പ്രഖ്യാപനം, ഈ ദിവസത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല, നിങ്ങളാരും തന്നെ ഒട്ടും ദ്രോഹിക്കപ്പെടുകയുമില്ല. ആരും പേടിക്കണ്ട, ദ്രോഹിക്കപ്പെടില്ല. അതുപോലെ തന്നെ വേറൊരാളെ ചെയ്തതിന്റെ പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടൂല. ആ വേറൊരു ലക്ഷ്യം കിട്ടൂലേ? ആരൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ശുപാർശ ചെയ്യാൻ? ശുപാർശ നടക്കും. അതിന്റെ തീരുമാനം അല്ലാഹുവിന്റെ അടുത്താണ്. ഏറ്റവും സുപ്രധാനമായ മഹത്വമേറിയ ശുപാർശ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശഫാഅത്തുൽ ഉലമ എന്ന മഹത്വമേറിയ ശുപാർശ മനുഷ്യനെ ഹിസാബിനെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ഹിസാബിനെടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ ഉണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അറിയിക്കപ്പെട്ടതാണ്. ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ. പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടാവും. ഞാനിപ്പറഞ്ഞ പ്രാർത്ഥനയുള്ളതല്ല, ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന ടിവിയിലൊക്കെ കാണിക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മൻ ഖാല ഹഖദാ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അതും പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. അത് പ്രാർത്ഥനയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കുന്ന റസൂലുള്ളാഹി അതിന്റെ കൂടെ പറഞ്ഞതാണ്. അതായിരിക്കട്ടെ. അപ്പൊ ഈ ശഫാഅത്തിന്റെ സ്ഥിതി എന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഉണ്ടല്ലോ, എന്നാൽ മനുഷ്യരെല്ലാവരും കൂടി എല്ലാ അമ്പിയാക്കന്മാരടുത്ത് ഓടിച്ചെന്ന് സങ്കടം പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളെ കൊണ്ടാവൂല, എല്ലാവരും അവസാനം തിരിച്ചു വിടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞ് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക ജനത ഒന്നിച്ച് സങ്കടപ്പെടുമ്പോ, നിങ്ങൾ കുറച്ച് വൈകിയല്ലോ, കുറച്ച് നേരത്തെ വന്നുകൂടായിരുന്നില്ല, ഇതിന് എനിക്കാണല്ലോ സ്ഥാനം നൽകി, നിങ്ങളെന്തിനാ അവിടെ ആദമിന്റെ അടുത്തും നോഹിന്റെ അടുത്തും ഒക്കെ പോയി,
ഇത് എനിക്ക് അള്ളാഹു നൽകിയ ഒരു അവസരമല്ല, അത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ ബേജാറാവണ്ട എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അല്ല, നേരെ മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ കാലം സുജൂദിൽ കിടക്കുകയാണ്. ദീർഘമായ കാലം സുജൂദിൽ ഇങ്ങനെ കിടക്കുന്നു. ആ കാലത്തിന്റെ അളവ് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് സുദീർഘമായ ഒരു കാലം സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാ മുഹമ്മദ് മുഹമ്മദെ തല ഉയർത്തിക്കൊള്ളുക, ശഫാഅത്ത് ചെയ്തുകൊള്ളുക, ഇപ്പോൾ സ്വീകരിക്കപ്പെടും. ശഫാഅത്ത് റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിട്ടും പിന്നെ അതിന്റെ അവസരത്തിൽ എത്തിയപ്പോ പിന്നെ ഇങ്ങനെ സുജൂദ് കിടക്കാനാണ് ശഫാഅത്ത് ചെയ്താൽ പോരെ. ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ ശഫാഅത്തിന്റെയും അധികാരം അള്ളാഹുവിനാകുന്നു. ആര് എന്തിന് എപ്പോ ശഫാഅത്ത് ചെയ്യണമെന്ന് അള്ളാഹ് തീരുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുവാൻ, ഇതല്ലാത്ത മറ്റ് ശഫാഅത്തുകളുമുണ്ട് ഇരിക്കട്ടെ, ശഫാഅത്ത് ലഭിക്കുവാൻ അള്ളാഹുവിന്റെ ഹബീബായ റസൂലേ അങ്ങയുടെ ശഫാഅത്തിൽ ഞങ്ങളെയും ചേർക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാര്യം ഗ്രഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത്തരം വാക്കുകൾ അള്ളാഹുവിന് കോപകരമായ പ്രാർത്ഥനയാണ്. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, നിന്റെ ഹബീബായ റസൂലിന്റെ ശഫാഅത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് പുണ്യകരമായ പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ശഫാഅത്ത് ചെയ്യുവാൻ അള്ളാഹു റസൂലിന് അനുവാദം നൽകിയിരിക്കുന്നുവെങ്കിലും ആ ശഫാഅത്തിന് വേണ്ടി ചോദിക്കേണ്ടത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടാണ്. റഹ്മാനായ തമ്പുരാനെ, നിന്റെ ഹബീബായ റസൂലിന്റെ ശഫാഅത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ, പുണ്യകരമായ പ്രാർത്ഥന. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞാലോ പാപകരമായ പ്രാർത്ഥന. അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പരലോകത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ ആ ആയത്തുകൾ ഞാൻ ഓർമ്മിച്ചിട്ടുള്ളൂ. ഏതാനും ചില ആയത്തുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പൊ ഈ ശഫാഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ട് വരെ അതിന്റെ അവസരം അത്യാസന്നമായിട്ടും സുജൂദിൽ കിടക്കല്ലാതെ റസൂലാന്റെ ശഫാഅത്ത് ചെയ്യണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മനുഷ്യരെല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടി അവരെ വിചാരണ നടക്കണമല്ലോ. ആ വിചാരണക്കെടുക്കാൻ വേണ്ടിയുള്ള ശഫാഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്തു, വിചാരണക്കെടുക്കുന്നു. ഇനി വിചാരണ ചെയ്യപ്പെടുന്ന ചില ആയത്തുകൾ മാത്രം കേട്ടു നോക്കും. നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ വരെ പുണ്യവും നല്ലതുമാണ് എന്ന് ചെയ്തു പോകുന്ന മനുഷ്യന്മാരെ അള്ളാഹു വിചാരണ ചെയ്തു. പുണ്യകരമാണ് എന്ന് വിചാരിച്ച് ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യ വിചാരണ. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَائُكُمْ الَّذِينَ كُنتُمْ تَزْعُمُونَ ثُمَّ لَمْ تَكُنْ فِتْنَتُهُمْ إِلَّا أَنْ قَالُوا وَاللَّهِ رَبِّنَا مَا كُنَّا مُشْرِكِينَ انظُرْ كَيْفَ كَذَبُوا عَلَى أَنفُسِهِمْ. മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ച മനുഷ്യരോട് അള്ളാഹു ചോദിക്കുന്നു, എനിക്ക് പുറമെ നിങ്ങൾക്കുണ്ടായിരുന്ന പങ്കുകാരൊക്കെ എവിടെ? അയ്ന ശുറക്കാക്കും, നിങ്ങളുടെ പങ്കുകാരെവിടെ? നിങ്ങൾ വാദപ്രതിവാദങ്ങൾ നടത്തി അള്ളാഹുവിന് ഇന്ന ആളുകളൊക്കെ ഉണ്ട്, അവരോട് ചോദിക്കാം, അവരോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന പ്രബോധനം ചെയ്യുന്ന മതക്കാരുമുണ്ട് ഇവിടെ. കർത്താവായ യേശുവിനോട് ചോദിക്കുക, നിങ്ങൾ വിജയിക്കും എന്ന് പറയുന്ന എണ്ണമറ്റ ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. മലക്കുകളെ വിളിച്ചുകൊള്ളൂ, അത് മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടു പറയുന്നവരുണ്ട് ഇവിടെ. അള്ളാഹു അല്ലാത്ത പലരോടും വിളിച്ച് പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തുകയും ആരാധനകൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യർ അവരാണ് ബഹുഭൂരിപക്ഷം. ആ ബഹുഭൂരിപക്ഷത്തോടാണ് ഈ ചോദ്യം, എനിക്ക് പുറമെ നിങ്ങൾക്കുണ്ടായിരുന്ന ആരാധ്യന്മാരൊക്കെ എവിടെ? അപ്പോൾ അവർ ഗത്യന്തരമില്ലാതെ പറയാൻ ശ്രമിക്കുന്നു, അതാണ് അവരെ കൊണ്ടുള്ള അവിടെയുള്ള ഒരു ഫിത്ന എന്നാണ് അള്ളാഹു പറയുന്നത്. സുമ്മലം തകും ഫിത്നതുഹും ഇല്ലാ അൻ ഖാലൂ വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ. വല്ലാഹി സുമ്മ വല്ലാഹി, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടേയില്ല എന്ന് പറഞ്ഞു പോകും. വല്ലാഹി റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവ് നീ മാത്രമാകുന്നു, ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നില്ല, ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടുമില്ല എന്നാണ് അവർ അവിടെ വെച്ച് നുണ പറയുന്നത്. അള്ളാഹു പറയുന്നു, കൈഫ കദബു അലാ അൻഫുസിഹിം. നോക്കൂ നിങ്ങൾ, അവിടെ വെച്ച് ആ മനുഷ്യന്മാർ ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് പച്ച നുണ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ശിർക്ക് ചെയ്ത മനുഷ്യന്മാർ അവരെ വിചാരണ ചെയ്യുമ്പോൾ പരലോകത്ത് അവർ പറയുന്നു, റബ്ബേ ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ. അത് നുണയാണെന്ന് അള്ളാഹ് എന്ന് പറഞ്ഞത്, അത് നുണയാണെന്ന്.
ويوم ينادهم أين شركائي قال آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. ഒരു ദിവസം യൗമ യുനാദിഹിം ഐന ശുറകാഇ, ആ ദിവസം അല്ലാഹു ചോദിക്കുകയാണ്, എവിടെ എന്റെ പങ്കുകാർ? എന്നെ വിളിക്കേണ്ട സമയത്ത് നിങ്ങൾ വിളിച്ചിരുന്നത് മറ്റു പലരെയുമാണല്ലോ. റബ്ബേ, ഞങ്ങൾ അമ്പിയാക്കന്മാരല്ലേ വിളിച്ചത്? ഞങ്ങൾ ശുഹദാക്കന്മാരല്ലേ വിളിച്ചത്? ഞങ്ങൾ ത്രിമൂർത്തികളെയും പരമൂർത്തികളെയും ഒക്കെ അല്ലേ വിളിച്ചത്? അവരൊക്കെ നിനക്ക് പ്രിയപ്പെട്ടവരൊക്കെ അല്ലേ? അതിന് ഞങ്ങൾ സൃഷ്ടിക്കണമെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് പറയാം. അയിന തുറക്കായി, എവിടെ എന്റെ പങ്കുകാർ? കാലൂ, അവർ പറഞ്ഞു, ഷഹീദ്, തമ്പുരാനെ, ഞങ്ങൾക്കതിന്റെ സാക്ഷികളൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തിട്ടുമില്ല. അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. മാക്കാനു യദ്ഊന മിൻ ഖബൽ, മാക്കാനു യദ്ഊന മിൻ ഖബൽ, ദുനിയാവിൽ വെച്ച് അവർ ആരോടൊക്കെ പ്രാർത്ഥിച്ചിരുന്നുവോ അവരെല്ലാം അവരെ വിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ദിവസം എന്റെ പങ്കുകാരെവിടെ? നിങ്ങൾ എനിക്ക് പുറമെ സങ്കല്പിച്ചിരുന്ന എന്റെ പങ്കുകാരെവിടെ എന്ന് ചോദിക്കുന്നത് കല്ലുകളെയും മരങ്ങളെയും മുരുക്കുകളെയുമാണ് എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ വരെ പറയുന്നില്ലേ? ആലോചിച്ചു നോക്കുക, ഇവരുടെ ശിർക്ക് എന്താണ്? എനിക്ക് പുറമേ നിങ്ങൾ സങ്കല്പിച്ചിരുന്ന നിശ്ചയിച്ചിരുന്ന പങ്കുകാരെവിടെ? ആരാണ് ആ പങ്കുകാർ? എന്നുള്ള പദം അല്ലാഹുവിന് അറിയാഞ്ഞിട്ടല്ല, മാ കുന്നാ യദ്ഊന മിൻ ഖബൽ, മുമ്പ് അല്ലാഹു അല്ലാത്ത അവർ പ്രാർത്ഥിച്ചിരുന്ന വസ്തുക്കളും ആ ആളുകളുമെല്ലാം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. വളന്നോ, ഈ മിസ്കീന്മാർക്കപ്പോൾ ഉറപ്പായി, മാലഹും മിൻ മഹീസ്, ഓടി ഒളിച്ചു രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇവിടെ അല്ലാഹുവിൽ പങ്കുചേർത്ത പണി എന്താ? അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്തതാണോ? അല്ലാഹു അല്ലാത്തവർക്ക് ഹജ്ജ് ചെയ്തതാണോ? അല്ലാഹു അല്ലാത്തവർക്ക് നോമ്പ് നോറ്റതാണോ? അല്ല. പിന്നെ എന്താകുന്നു അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തത്? വളല്ലാൻഹും മാ കാനൂ യദ്ഊൻ, പടച്ചവനോടല്ലാതെ പ്രാർത്ഥന നടത്തിയിരുന്നോ ആ പ്രാർത്ഥിക്കപ്പെട്ടവരെല്ലാം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇനി ആരാധ്യന്മാരെ വിചാരണ ചെയ്യുന്ന അല്ലാഹു, അതിൽ അമ്പിയാക്കന്മാരുണ്ട്, അതിൽ ജിന്നുകളുണ്ട്, അതിൽ മലക്കുകളുണ്ട്, അതിൽ ശുഹദാക്കന്മാരുണ്ട്, അതിൽ ഔലിയാക്കന്മാരുണ്ട്, അതിൽ പലരുമുണ്ട്. അവരെയൊക്കെ റബ്ബ് വിചാരണ ചെയ്യുകയാണ്. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്നവരെയും ഒരുമിച്ച് കൂട്ടുന്നു. ഈ കോടിക്കണക്കായ ക്രിസ്ത്യാനികളെയും ഈസാ അലൈഹി ഇസ്ലാമിനെയും ഒരുമിച്ച് കൂട്ടുന്നു. ജൂതന്മാരെയും ഉസൈർ റളിയല്ലാഹു അൻഹുവിനെയും ഒരുമിച്ച് കൂട്ടുന്നു. ബാക്കി നിങ്ങൾക്ക് ചേർത്ത് വായിക്കാം. മലക്കുകളെ ഒരുമിച്ച് കൂട്ടുന്നു, മലക്കുകളെ ആരാധിച്ചവരെ ഒരുമിച്ച് കൂട്ടുന്നു. ജിന്നുകളെ ഒരുമിച്ച് കൂട്ടുന്നു, ജിന്നുകളെ ആരാധിച്ചവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നു. ശുഹദാക്കന്മാരും അവരോട് തേടിയവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഔലിയാക്കന്മാരും അവരോട് തേടിയവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നു. വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവരെല്ലാവരെയും അവർ ആരെയൊക്കെ എന്തിനെയൊക്കെ ആരാധിച്ചിരുന്നുവോ അതിനെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഫയഖൂലു, എന്നിട്ട് ആരെയാണോ ആരാധിച്ചിരുന്നത് ആ ആരാധിക്കപ്പെട്ടവരോട് അള്ളാഹു ചോദിക്കുന്നു. ഫയഖൂലു അഅൻതും അളൽതും ഇബാദി ഹൗലാഇ അം ഹും വല്ലുസ് സബീൽ, അല്ല കൂട്ടരെ, എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഭാഗത്താണല്ലോ. എന്നെ മാത്രം ആരാധിച്ചവരെക്കാൾ കൂടുതൽ നിങ്ങളെയൊക്കെ ആരാധിച്ചവരാണല്ലോ ഇവിടെ ഉള്ളത്. നിങ്ങളാണോ അവരെ വഴിതെറ്റിച്ചത്, അതോ അവർ സ്വന്തം പിഴച്ചുപോയതാണോ? ക്രിസ്ത്യാനികളുടെ മുമ്പിൽ വെച്ച് ഈസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കുന്നു, യാ ഈസാ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലയോ ഈസാ, എനിക്ക് പുറമെ നിന്നെയും നിന്റെ മാതാവിനെയും രണ്ടാരാധ്യന്മാരായി സ്വീകരിക്കുവാൻ എന്റെ ദാസന്മാരോട് നീ കൽപ്പിച്ചതായിരുന്നുവോ എന്ന് ഈസാ അലൈഹി ഇസ്ലാമിന് വിചാരണ ചെയ്യപ്പെടുന്നു. അഅൻതും അളൽതും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ വഴിപിഴപ്പിച്ചുവോ? അംഹും, അതോ അവർ സ്വയം വല്ലുസ്സബീൽ, അവർ സ്വയം വഴിപിഴച്ചു പോയതാണോ? അല്ലയോ മലക്കുകളെ, അല്ലയോ ജിന്നുകളെ, അല്ലയോ അമ്പിയാക്കന്മാരെ? അള്ളാഹു ഓരോരുത്തരെയും വിളിച്ചു ചോദിക്കുന്നു. വയൗമ യഹ്ശുറുഹും ജമീഅ സുമ്മ യഖൂലു ലിൽ മലായിക, ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون, ഇതാ ഇത്രയും അധികം ആളുകൾ എനിക്ക് പുറമെ നിങ്ങളെ ആരാധിച്ചവരാണ്. മലക്കുകളോടാണ് അള്ളാഹുവിന്റെ ചോദ്യം.
വയൗമ യഹ്സുറുഹും ജമീഅ സുമ്മ യഖൂലു ലിൽ മലായിക, മലക്കുകളെ അള്ളാഹു വിചാരണ ചെയ്യുന്നു. ആ മലക്കുകളോട് ചോദിക്കുന്നത് അഹാഉലാഇ, ഇതാ ഈ മനുഷ്യരെല്ലാവരും ഇയ്യാകും കാനൂ യഅ്ബുദൂൻ, നിങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത്. ഖാലൂ, മലക്കുകളുടെ മറുപടി സുബ്ഹാനക, നീ പരിശുദ്ധനായ തമ്പുരാനാണ് അല്ലാഹുവേ. അൻത വലിയുനാ മിൻ ദൂനിഹിം, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഇവരാരും ഞങ്ങൾ കൽപ്പിച്ചതോ ഞങ്ങൾ പറഞ്ഞതോ ചെയ്തതല്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, തമ്പുരാനെ അവർ ജിന്നുകളെ ആയിരിക്കാം ആരാധിച്ചിട്ടുണ്ടായിരിക്കുക. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ അധികം ആളുകളും ജിന്നുകളെയും വിശ്വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ ജിന്നുകളെ ആയിരിക്കാം ആരാധിച്ചിട്ടുണ്ടായിരിക്കുക. ആലോചിച്ചു നോക്കൂ, മലക്കുകൾ വിവരറിയില്ലാതാ പറഞ്ഞേട്ടാ. മലക്കുകളെ വിളിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നടക്കുന്നത് മലക്കുകൾ അറിയുന്നില്ല. പരലോകത്തിൽ അള്ളാഹു മലക്കുകളെ വിചാരണ ചെയ്യുമ്പോൾ അവർ തിരിച്ചു പറയാണ്, റബ്ബേ, ഞങ്ങളാരും അങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷെ അവർ ജിന്നുകളെ ആയിരിക്കാം ആരാധിച്ചിട്ടുണ്ടായിരിക്കുക, അവർ ജിന്നുകളെ വിശ്വസിച്ച് ജീവിക്കുന്നവരായിരുന്നുവല്ലോ, അങ്ങനെ ആയിരിക്കാം. സൂറത്തുൻ നബ് വേണമെങ്കിൽ ആയത്തിൽ നമ്പറൊക്കെ എഴുതിട്ടാലേ ഇത് സ്വന്തം പരിശോധിക്കാനും നോക്കാനും പറ്റിയ ഒരു സൗകര്യമൊക്കെയുള്ള കാലമുള്ളപ്പോ അപ്പൊ അത് ജിന്നുകളെ ആയിരിക്കാന്ന് അവർ പറയും. അപ്പോൾ ജിന്നുകളെ അപ്പൊ ഇങ്ങനെ അള്ളാഹ്ക്ക് അറിയായിട്ട് ഇങ്ങനെ ഇടങ്ങറായിട്ട് തപ്പി നടക്കുകയാണോ അപ്പത്? അല്ല അല്ല, ഈ കുറ്റവാളികളെ കുറ്റം സമ്മതിപ്പിക്കുകയാണ്. ജിന്നുകളോട് ചോദിക്കുന്നു, വയൗമ യഹ്സുറുഹും ജമീഅ യാ മാശറൽ ജിന്ന്, യാ മാശറൽ ജിന്ന്, അല്ലയോ ജിന്ന് സമൂഹമേ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, അനവധി മനുഷ്യരെ നിങ്ങൾ പാട്ടിലാക്കിയിട്ടുണ്ടല്ലോ. ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്, ആ കൂട്ടത്തിൽ ജിന്നുകളെ ആരാധിച്ച് പൂജിച്ചു പോന്നിരുന്ന മനുഷ്യന്മാർ പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ തമ്പുരാനെ, ഇസ്തംതാ ബഅ്ദുനാ ബിബഅ്ദിൻ, ഞങ്ങൾ തമ്മിൽ അങ്ങ് നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വബലഗനാ അജലനല്ലദീ അജ്ജൽത ലനാ, പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ലല്ലോ, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ മറുപടി, ഖാല അന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ്, ജിന്നുകളെ ആരാധിച്ചവർ, ജിന്നുകൾക്ക് വേണ്ടി ദിക്ർ ചെയ്തവർ, ജിന്നുകളുടെ സഹായം ലഭിക്കുവാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തവർ, ജിന്നുകളുടെ സാന്നിധ്യം ലഭിക്കുവാൻ വേണ്ടി ദസ്വിമാല ഉരുട്ടിയവർ, ജിന്നുകളുടെ സേവയ്ക്ക് വേണ്ടി അവയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവർ, അതെങ്ങനെ ഇപ്പൊ പണി? ഇപ്പോൾ പറയാതിരിക്കാൻ നിർവാഹല്യത്. കാരണം ജിന്നുകളെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെ വളരെ ഭക്തന്മാരായിട്ടാണ് ഈ ലോകപ്പ് കാണുന്നത്. അയാൾ എന്താണ് നിങ്ങൾ വിചാരിച്ചത്? എല്ലാ ദിവസവും നോമ്പാണല്ല മനുഷ്യൻ, എല്ലാ ദിവസവും നോമ്പ്, ഭയങ്കര ഭക്തരാണ്. ആ മനുഷ്യൻ നോമ്പ് നോറ്റത് അള്ളാഹുവിന്റെ പുണ്യത്തിന് വേണ്ടിയല്ല, ജിന്നിന്റെ സേവ കിട്ടാൻ വേണ്ടിയാണ്. ആ മനുഷ്യന്റെ വീട്ടിൽ എന്നും അന്നദാനം, ഇവിടെ വലിയ വർത്താനം പറഞ്ഞ ഇവരാരും ഇവർ വെച്ചു കൊടുക്കുമാർക്കെങ്കിലും ആ മനുഷ്യൻ അന്നദാനം നടത്തിയത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ല, ജിന്നിന്റെ സേവ കിട്ടാൻ വേണ്ടിയാണ്. ആ മനുഷ്യൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. ഇന്ന ആയത്ത് ഓതാ, ഇന്നത് ഓതാന്ന് ജിന്നെ അങ്ങനെ പറഞ്ഞു തരും, അപ്പങ്ങനെ ഓതും, അത് ജിന്നിന് വേണ്ടിയുള്ള ഇബാദത്താണ്. ആ മനുഷ്യന്മാരാണ് ഈ പറയുന്നത്, പടച്ചവനെ, അവരെ കൊണ്ട് ചില്ലറ ഉപകാരം കിട്ടാൻ വേണ്ടി പലതും ഞങ്ങളെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. ഈ മനുഷ്യന്മാർ പറയും, തമ്പുരാനെ, ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവർ ഞങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അത് ശരിയാണ് നാദാ. റബ്ബനസ്തംതാ ബഅ്ദുനാ ബിബഅ്ദ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ചൂഷണം ചെയ്ത് ജീവിച്ചു, സംഗതി അങ്ങനെ നടന്നിട്ടുണ്ട്. റബ്ബനസ്തംതാ ബഅ്ദുനാ ബിബഅ്ദ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ചൂഷണം ചെയ്ത് ജീവിച്ചു, സംഗതി അങ്ങനെ നടന്നിട്ടുണ്ട്. ചില ആളുകൾ പറയട്ടെ, ഇവിടെ ഇല്ലട്ടെ ജിന്നിന്റെ പണി, ശൈത്താൻ ഇവിടുന്നാണ്ട് പോവാ, ശൈത്താൻ ഏത് നാട്ടിലുണ്ട്. അപ്പൊ ജിന്ന് സേവയ്ക്ക് വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്ന പരിപാടി എല്ലായിടത്തും ഉണ്ട്. ആ ജിന്നുകളെയാണ് പരസ്പരത്തിൽ വിചാരണ ചെയ്തത്. അപ്പൊ ജിന്നുകളെ വിചാരണ ചെയ്യുമ്പോൾ അവരെ ഔലിയാക്കന്മാരായ സ്വീകരിച്ചിരുന്ന മനുഷ്യന്മാരെ മറുപടി പറഞ്ഞത്, തമ്പുരാനെ, അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ലോണം ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ചൂഷണം നടക്കൂലല്ലോ, ഞങ്ങൾ നിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അജലനല്ലദീ അജ്ജൽത ലനാ, അള്ളാഹുവിന്റെ മറുപടി, നഞ്ഞും നേരായി ജീവിക്കുമെന്നല്ല. ഖാല അന്നാറു മസ്വാക്കും, നിങ്ങൾക്ക് താമസിക്കാനുള്ള ഭവനം നരകമാണ്, അവിടെ പോയി കഴിഞ്ഞുകൂടിക്കൊള്ളുക എല്ലാ കാലവും. സുഹൃത്തുക്കളെ, വല്ലാത്തൊരു വിഷമം പിടിച്ച കാലമാണ്. നമ്മൾ ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്ത
ഭാര്യ ഇസ്ലാമികമായി വേണ്ടത്ര ബോധമില്ലാത്തവളാണെങ്കിൽ നമ്മളിവിടെ ജോലി നല്ലോണം നേരായി കിട്ടാൻ വേണ്ടി, നല്ല ശമ്പളം കിട്ടാൻ വേണ്ടി, ഇപ്പൊ ഇവിടെ പിന്നെ ഫിനിഷിംഗ് ഒക്കെ നടക്കണമാണ് എന്നാൽ എഴുതി അറിയിച്ചാൽ മതി. ഫിനിഷിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് പോകും ജിന്നി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത്. അയാൾക്ക് വേണ്ട വെക്കാണ്ട് കൊടുത്തിട്ട് അയാൾ ഇപ്പോഴും നേരാക്കുന്ന, തിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന വിവരം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ട് കത്തെഴുതും, ബേജാറാണ്, ഞങ്ങൾ വേണ്ടതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ശാരിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ക്ലാസ്സിൽ ചെന്നപ്പോ. അവിടെ സത്യമുള്ളത് നേർക്കുനേരാണ് പറയാണ്, വേറെ ഒരു കഥ ഉണ്ടാക്കി പറയുന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നൊരു ചെറുപ്പക്കാരൻ മെഡിക്കലിന് കൊണ്ടുപോയത്, അദ്ദേഹത്തെ മെഡിക്കൽ നടത്താൻ വേണ്ടി കൊണ്ടുപോയത് അവിടുത്തെ ഒരു പ്രവർത്തകനാണ്. അയാളുടെ പേരൊന്നും ഞാൻ പറയണില്ല. അത് കൊണ്ടുപോയി എക്സ്റേ എടുക്കാൻ ചെന്നപ്പോ പഠിച്ചോൻ പഠിച്ചതല്ലാത്ത വേറൊരു സൃഷ്ടിപ്പ് അയാളുടെ മേത്ത് തൂങ്ങണിങ്ങനെ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അതിന്റെ പേരറിയാം. അപ്പൊ ഇതെന്താണ് നഴ്സുമാർ, ഇവിടുത്തെ ഡോക്ടർമാർ നീ പറഞ്ഞ പോലെ എന്താ അയച്ചെടുക്കാൻ വേറെ അയച്ചു കൊടുത്തു. കാരണം അവന്റെ ബേജാറെന്താ, ഇവിടെ മെഡിക്കൽ പൊട്ടുണ്ടായാലാണ്. അതുകൊണ്ടാണ് ഇത് ചോദിച്ചു. അങ്ങനെ വാങ്ങിക്കൊടുത്തും ചെയ്തു. അങ്ങനെ ഇയാളെ കാഴ്ചയൊക്കെ പൊളിച്ച് നേരാക്കി കോപ്പി എനിക്ക് തൊട്ടടുത്ത ആഴ്ച ക്ലാസ്സിൽ നിന്ന് പുതിയായിരുന്നു അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു കാണിച്ചത്. അതിലെന്താ ഇരിക്കണമെന്ന് എഴുതിയവനക്കും അറിയില്ല, വായിച്ചവനക്കും അറിയില്ല, കണ്ടവനക്കും അറിയില്ല, കെട്ടിയിറന്നവനക്കും അറിയില്ല. ഇങ്ങനെ ചിത്രം വെച്ച് ഇയാൾക്ക് എവിടെയപ്പോ ഇങ്ങനെ വെച്ചുണ്ടാക്കി ഇവ അതും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുക. എന്റെ കാര്യത്തിൽ ഇതുണ്ട് എന്നുള്ളത്, ഇതുള്ളവർത്തോളം കാലം എന്റെ കാര്യം റെഡിയാണ്. എന്നിട്ട് അത് അഴിച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. തൊട്ടടുത്ത ആഴ്ച വീട്ടിൽ നിന്ന് കത്ത് വരികയാണ് അവനക്ക്, ഈ ബേജാറാവണ്ട, എന്റെ സംഗതികളൊക്കെ ശരിയാവും, ഞങ്ങൾ അതിന് വേണ്ടതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്ത്, പിന്നെ ആ ഇത് കൊടുത്താലിട്ട് വീണ്ടും ചെന്നിട്ടുണ്ട്, അയാൾ വേറെ ഒന്നും കൂടി ഒരുക്കി തന്നിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെ സംഗതികളൊക്കെ നടക്കും. അതിന് ജിന്നായാലും വേണ്ടില്ല, ശൈത്താനായാലും വേണ്ടില്ല, കുട്ടിച്ചാത്തനായാലും വേണ്ടില്ല, അവർക്ക് സുജൂദ് ചെയ്യണം, അവർക്ക് ദിക്ർ ചെയ്യണം, അവർക്ക് എന്താ വേണ്ടി ഒക്കെ ചെയ്യും. മാലാണ്ട് പോകുമ്പോൾ എന്നൊക്കെ വലിയ വർത്താനം പറയാ, 10 പവന്റെ ഒരു മാലയാണത്, അത് പോയാൽ എവിടെ പോയാൽ കിട്ടും, അവിടെ ഒക്കെ ഞങ്ങൾ ഇനിയും പോകും. അപ്പൊ ഇപ്പോ എവിടെ പോണത്, അവിടെ വേറെ ജിന്നേച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. അധികം പെണ്ണുങ്ങൾക്കാണ് ജിന്നിനെ കിട്ടുക. അവള് ജിന്നിനേച്ചിരിക്കുകയാണ്. അവളെത്തി എന്നോ പറഞ്ഞ് നിങ്ങളെ വീടിന്റെ ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തേക്കുള്ള ഭാഗത്ത് കൂടി ഇങ്ങപ്പുറത്ത് കൂടി അങ്ങോട്ടാ പോയത്. മനുഷ്യൻ വീട്ടിന്റെ അടുത്ത് വന്നിട്ട് എവിടേക്കാ ഇത് പോയിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് വേറൊരു ജിന്നി പിശാച് ബോധിച്ചു, ഇന്നലെ രാവിലെ ആ കുട്ടികൾ ഇവിടെ കളിക്കാൻ വന്നില്ലേ, അതാരെ ജ്യേഷ്ഠന്റെ മക്കൾ. പഠിച്ചോനെ അവറ്റങ്ങളെ സമ്മതിച്ചു, ആരെ സംശയിച്ചിട്ട് പിറ്റേന്ന് കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ കയറി വരുമ്പോ അന്ന് പുറത്തിരുന്ന് കളിച്ചോളെ, അകത്തിരുന്ന് കളിക്കണ്ട. അപ്പൊ ഈ കുട്ടികൾ എന്താ മൂത്തമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇളയമ്മ ഇങ്ങനെ പറഞ്ഞു, ഇതുവരെ നമ്മളെ അടുക്കളയിൽ എല്ലായിടത്തും കളിച്ചിരുന്നാണല്ലോ, ഇന്ന് പുറത്തിരുന്ന് കളിച്ചു. മഞ്ഞ് ഞങ്ങൾ കളിക്കാൻ ചെന്നപ്പോഴേ ഇളയമ്മ ഞങ്ങളോട് അകത്ത് കളിക്കണ്ട, പുറത്ത് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ എന്റെ കുട്ടികളെ പുറത്തിരുത്തി കളിപ്പിച്ച്? അവരെ മാല പോയതിനെ പറ്റി പഠിച്ചോനെ നമ്മളെ മക്കളായിട്ട് സംശയിച്ചോ, ഈ ഉമ്മാന്റെ കുട്ടികൾ അങ്ങോട്ട് കിടക്കണ്ടേട്ടാ. ഇബിലിസിന് അതേ ആവശ്യമുള്ളൂ, ആ പിശാചിന് അതേ ആവശ്യമുള്ളൂ. ഈ കുടുംബബന്ധം മുറിയണം, അതിന് വേണം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ വാൾ കൂടി ചാടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് തന്നെ. അപ്പൊ ആരൊക്കെ അന്ന് ആ അടുത്ത ആഴ്ചകളിലൊക്കെ വന്ന് അവരിനൊക്കെ സംശയമായി, ആ കുടുംബബന്ധം അങ്ങനെ വിജയം ചെയ്തു. ദുന്യാവിൽ പിശാചിന്റെ ആവശ്യം എന്താ, ദുന്യാവിലും നമ്മൾ തമ്മിൽ തല്ലി കലയിച്ച് ജീവിക്കണം, ആഖിറത്തിൽ നമ്മൾ നരകത്തിൽ കിടന്ന് കത്തിയെരിയുകയും വേണം. അതിന് വേണ്ടി ജിന്നുകളും ജിന്നുകളെക്കാളും വൃത്തികെട്ട മനുഷ്യന്മാരും ഭക്തന്മാരെ പോലെ നടക്കും ഈ ലോകത്ത്. അവരെ കണ്ട് വിചാരണ ചെയ്യുമ്പോഴാണ് അവർ രണ്ടു കൂട്ടം കൂടി കണ്ടുമുട്ടുമ്പോൾ ആരും ആണ്ടുമ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇഷ്ടം താബാലുനാബിബാലേൻ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് ചൂഷണം ചെയ്ത് തമ്പുരാനെ ഇനി നിവൃത്തിയില്ലാത്തൊരു കാലം വന്നല്ലോ എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ സംഗതിയൊക്കെ പുണ്യസ്ഥലായിട്ടില്ല അറിയപ്പെടുക. പുണ്യസ്ഥലങ്ങളല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണ. വെറുതെ വേണ്ടാത്ര പറഞ്ഞ് തീക്കുള്ളിട്ട് തലോറിയണ്ടെന്ന് പറയാം. സുഹൃത്തുക്കളെ, വിഷയം മറ്റൊന്നായി പോയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ ഞാൻ ഈ സംഗതി പറഞ്ഞത്, ഒന്ന് മലക്കുകളെ ആരാധിച്ചവർ, മറ്റൊന്ന് ജിന്നുകളെ ആരാധിച്ചവർ. ഇനിയുണ്ട് അത് ഈസാ നബി അലൈഹി സ്വലാം. ഞാൻ പറഞ്ഞത് ഈസാ നബിനെയാണ് വിചാരണ ചെയ്യണേ. നിങ്ങൾ പറഞ്ഞ മാതിരി കണ്ണി കണ്ട കല്ലുകളെയും പിന്നെ മരങ്ങളെയും ഒന്നുമല്ല ആരാധിക്കണത് എന്ന് പറയില്ല നമ്മളാൾക്കാര്. സത്യവിശ്വാസികളായ സുഹൃത്തുക്കള്, ഞങ്ങൾ കല്ലുകളെ ആരാധിക്കുന്നില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കന്മാരെയും ശുഹദാക്കന്മാരെയും ആകുന്നു. അത് ശിർക്കാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ 5 എണ്ണത്തെ അള്ളാഹു അതിപ്രധാനികളായി എണ്ണി. ഉലുൽ അസ്ം നമ്മൾ മനസ്സിലാക്കും. ഉലുൽ അസ്ം
ഉലുൽ അസമായ ലക്ഷക്കണക്കിനുള്ള അമ്പിയാക്കന്മാരിൽ അതിപ്രധാനികളായ ഉലുൽ അസം എന്ന 5 അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ആര്? ഈസാ അലൈഹിസ്സലാം. അല്ലെ? ഈസാ അലൈഹിസ്സലാമിനെ ആരാധിച്ച മനുഷ്യന്മാരെയാണ് പടച്ചോനെ വിചാരണ ചെയ്യുന്നത്. ഇന്നിവിടെ പ്രാർത്ഥന നടത്തിയപ്പോൾ കുനൂത്തിലൂടെ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, തമ്പുരാനെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും നീ കൈകാര്യം ചെയ്യണമേ, അവരുടെ കാര്യം നീ ഏറ്റെടുക്കണമേ. നമ്മൾ ആമീൻ പറഞ്ഞു. പലതും നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോ പലതുണ്ട്. പല ചിന്തകളും ആധുനികമായ കാലഘട്ടത്തിൽ അവരുടെ പല വേട്ടയാടലുകളും നമ്മുടെ മനസ്സിലുണ്ട്. ഏതായാലും ശരി, ജൂതന്മാരെയും ക്രിസ്ത്യാനികളുടെയും കാര്യം നീ ഏറ്റെടുക്കണമേ, അവരെ നീ പരാജയപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തികച്ചു വന്നു ആമീൻ എന്ന പദം. ആരാണ് ഈ നസാറാക്കൾ? ആരാണവർ? നമ്മെപ്പോലെ നമുക്ക് നൽകപ്പെട്ടതുപോലെ ആ മഹാനായ റസൂൽ നിയോഗിക്കപ്പെട്ടവർ, നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചതുപോലെ ഇൻജീൽ നൽകപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരു മഹാസമൂഹത്തെയാണ് അല്ലാഹു പറയുന്നത്. അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മീ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് യാ ഈസ, അല്ലയോ ഈസ, എന്നെ കൂടാതെ നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കുവാൻ എന്റെ നാഥന്മാരോട് നീ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവോ? ഈസാ നബി എന്താ പറഞ്ഞത്? എന്താ പറയാ? സുബ്ഹാനക്, തമ്പുരാനെ ഞാനതെങ്ങനെ പറയാനാണ്? എനിക്ക് അവകാശമില്ലാത്തൊരു കാര്യം ഈ ജനങ്ങളോട് ഞാൻ എങ്ങനെ കൽപ്പിക്കും? ഞാൻ കൽപ്പിച്ചിട്ടില്ല നാഥ, നിന്നെ മാത്രം ആരാധിക്കുവാൻ ആഹ്വാനം ചെയ്യുവാനല്ലേ നീ എന്നെ നിയോഗിച്ചത്. അക്കാര്യമല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ ഇല്ലയിടത്തോളം കാലം, ഞാൻ അവരുടെ കൂട്ടത്തിലില്ലാത്ത കാലത്ത് അവർ എന്താണ് ചെയ്തത് എന്ന് തമ്പുരാനെ നീയാണല്ലോ സൂക്ഷ്മമായി അറിയുന്നവൻ. അപ്പൊ ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചവർ മഹാദുഷ്ടന്മാരായല്ലേ? മഹാദുഷ്ടന്മാർ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ് നമ്മുടെ മുസ്ലിങ്ങളുടെ അഭിപ്രായം? ജൂതന്മാരും ക്രിസ്ത്യാനികളും. തമ്പുരാനെ, ഈ ലോകത്ത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കരുതേ. എന്താ ക്രിസ്ത്യാനികൾ തയ്ച്ചുപോയത്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും ഖുർആൻ എടുത്തു പറഞ്ഞ പരിശുദ്ധ വനിത എന്നെടുത്ത് പറഞ്ഞ, പ്രത്യേകമായി എടുത്തു പറഞ്ഞ മറിയം ബീവിയെയും അവരാരാധിച്ചു. കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അവർ നരകത്തിലാണല്ലേ? കർത്താവായ യേശുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അവർ നരകത്തിലാണല്ലേ? അവർ ചെയ്ത തെറ്റെന്താ? പരിശുദ്ധയായ സംശുദ്ധയായ മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഉലുല്ലസമായ റസൂലായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതുകൊണ്ട് അവർ നരകത്തിലാണ്. അപ്പൊ അമ്പിയാക്കന്മാരെ പോലും വിളിച്ച് പ്രാർത്ഥിച്ചവർ നരകത്തിലാണ് എന്ന് പറയാണ് ഇവിടെ. തൗഹീദ് പറയല്ലേ ഞാൻ. പക്ഷേ ഈ ജിന്നുകളെയും മലക്കുകളെയും മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ച മനുഷ്യന്മാരെ അള്ളാഹു വിചാരണ ചെയ്തു. ചെയ്ത കുറ്റത്തിന് കണക്കൊത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്. വളരെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളെ അറിയിപ്പിച്ചതായി, ഓർമ്മയാക്കിയതായി, പലപ്പോഴും കേട്ടൊരു കാര്യം നിങ്ങളെ വീണ്ടും കേൾപ്പിച്ചതായി ഞാൻ സമാധാനിക്കുകയാണ്. എന്താണ് ആ കാര്യം? ഈ പരിശുദ്ധ റമദാനിൽ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളൊക്കെ, നമ്മളെല്ലാവരും. അനവധി സങ്കടങ്ങളും പ്രയാസങ്ങളും നമുക്ക് പറയാനുണ്ട്. ഈ മാസം പ്രത്യേകമായ ഒരു കരുണ നിറഞ്ഞ മാസമാണ് എന്നുള്ള നിലക്ക് നമ്മൾ നമസ്കാരത്തിൽ സ്പെഷ്യലായും അല്ലാത്തപ്പോഴും എപ്പോഴും അത്താഴ സമയത്തും നോമ്പ് തുറക്കുന്ന നേരത്തും ഒരു പഴുത് കിട്ടിയാൽ നമ്മൾ പ്രാർത്ഥിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ പിശാച് പലപ്പോഴും അയക്കാറില്ല. അതിരിക്കട്ടെ, എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാത്തൊരു സമൂഹത്തെ അള്ളാഹു തീരെ വിലവെക്കുകയുമില്ല. അത് ശരിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുവാൻ, നിങ്ങളെ അറിയുന്ന, നിങ്ങളെ പടച്ചുണ്ടാക്കിയ, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങൾക്ക് അന്നം തരുന്ന, നിങ്ങളെ ഉറക്കുന്ന, നിങ്ങളെ ഉണർത്തുന്ന, നിങ്ങളുടെ ഭക്ഷണം ദഹിപ്പിക്കുന്ന, ആവശ്യമുള്ളത് ശരീരത്തിൽ കലർത്തുന്ന, ആവശ്യമില്ലാത്തത് വിസർജിപ്പിക്കുന്ന, നിങ്ങളെ ഹൃദയത്തിന്റെ സ്പന്ദനം, ശ്വാസകോശങ്ങളുടെ സ്പന്ദനമെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാമായ നിങ്ങളുടെ നാഥൻ മതിയാകൂലേ? എന്താ മറുപടി? എന്താ മറുപടി പറയാനായിട്ട് പറഞ്ഞോളൂ. അള്ള എന്തെങ്കിലും വേറുള്ളവരും കയ്യൊഴിക്കാനാവൂലല്ലോ എന്നാണോ? കയ്യൊഴിക്കണ്ട, അവർക്കും വേണ്ടി കൂട്ടത്തിലാണ് തേടിക്കോളും. തമ്പുരാനെ, അവർക്കും നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് നീ രക്ഷ നൽകണമേ. നേരെ മറിച്ച് ഈ മഹാന്മാരോട് ദുആ ചെയ്യാൻ നിൽക്കണ്ട, ദുആ ചെയ്യുന്നൊക്കെ അള്ളാഹുവിനോടാവട്ടെ. സമയത്രേ അവസാനിപ്പിക്കാനായില്ലേ? ക്ഷമിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഡ്വാൻസ് ആയിട്ട്. എവിടെ എത്തിനിച്ച് അവിടെ നിർത്തും വണ്ടിയിൽ, അവിടെ എത്തി നിൽക്കുകയാണപ്പോ.
അപ്പോ ഈ വിചാരണയുടെ കൂട്ടത്തിൽ ഒറ്റ കാര്യമേ ഞാൻ കേൾപ്പിച്ചുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയവരിൽ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളെ വിളിച്ചു തേടിയവർ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട് വിളിച്ചു തേടിയവർ, പ്രാർത്ഥന നടത്തിയവർ, മഹാന്മാരായ മറ്റാളുകളോട് വിളിച്ചു തേടിയവർ, പ്രാർത്ഥന നടത്തിയവർ, ഈ പ്രാർത്ഥന നടത്തിയവരെ കർശനമായ ആദ്യത്തെ വിചാരണ ആ വിചാരണ കഴിഞ്ഞിട്ടുണ്ട്. അവരൊരു കരച്ചിലുണ്ട്. ആ കരച്ചിലിന്റെ കൂട്ടത്തിൽ പടച്ചവനോട് അവർ കരഞ്ഞു ചോദിക്കും, തമ്പുരാനെ ഒന്നുകൂടി മടക്കിത്തരുമോ? ഒന്നുകൂടി ഞങ്ങളെ നീ ദുന്യാവിലേക്ക് മടക്കിത്തരുമോ? ഞങ്ങളുടെ കുറ്റം ഇപ്പോഴാണല്ലോ ഞങ്ങൾക്ക് ബോധ്യം വരുന്നത്. നിന്നെ അല്ലാതെ ഞങ്ങൾ വിളിച്ചു തേടിപ്പോയല്ലോ, പ്രാർത്ഥിച്ചു പോയല്ലോ തമ്പുരാനെ. ഇനി നിന്നോട് മാത്രം ഒന്ന് വിളിച്ചു തേടി കണ്ണടച്ച് മരിക്കാൻ മാത്രം ഒരവസരമുണ്ടാകുവാൻ ഞങ്ങളെ ഒന്നുകൂടി ജീവിതത്തിലേക്ക് മടക്കി തരുമോ ചോദിക്കുന്നൊരു ദുർഘടമായ ദൗർഭാഗ്യത്തിന്റെ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ സംതൃപ്തമായ, സന്തോഷമായ, സമാധാനപൂരിതമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുക, മഹാന്മാരായ ശുഹദാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും കാണുക, സന്തോഷകരമായ ഖാലൂ സലാമാ സലാമൻ സലാമാ, അങ്ങേയറ്റം ആരോടും അങ്ങേയറ്റത്തെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഹിക്കുതും മോട്ടുകളും അസൂയകളും അഹങ്കാരവും ഇല്ലാത്ത തുറന്ന മനസ്സോടുകൂടി മലക്കുകൾ ഇതാ മനുഷ്യനെ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു, അള്ളാഹുവിനെ കാണാൻ സൗഭാഗ്യമുണ്ടാകുന്നു. ക്ലാസില്ല മഹാനായ പണ്ഡിതൻ പറയുകയുണ്ടായില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, സന്മാർഗം പ്രവർത്തിച്ച് സുഹൃതങ്ങൾ പ്രവർത്തിച്ചവർക്ക് പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്, വസിയാദ വർദ്ധനവ് വേറെയുമുണ്ട്. മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടു, പടച്ചുണ്ടാക്കിയ പടച്ച തമ്പുരാനെ നേർക്കുനേരെ കാണുക എന്ന സൗഭാഗ്യമാണ് വസിയാദ. റബ്ബിനെ സന്തോഷകരമായി കണ്ടുമുട്ടുവാനും അള്ളാഹുവിന്റെ ഹബീബായ റസൂലിനെ കണ്ടുമുട്ടുവാനും ശുഹദാക്കന്മാരെയും സഹാബത്തിനെയും അമ്പിയാക്കന്മാരെയും കണ്ടുമുട്ടുവാനും സന്തോഷകരമായ സ്വർഗത്തിൽ കടന്നുകൂടുവാനും പ്രവേശിക്കുവാനും ജീവിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ ആ ജീവിതം നമുക്കുണ്ട് എന്നത് സത്യമാണ്. അതിന് വേണ്ടത് ഒരുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാകുന്നു നമ്മളുള്ളത്. വിചാരണയ്ക്ക് ശേഷം ഗ്രന്ഥങ്ങൾ ലഭിക്കുമ്പോൾ വലത് കൈയിൽ വാങ്ങാൻ കഴിയണം. ധിക്കാരികൾക്ക് ഇടത് കൈയിൽ മാത്രമേ അത് നൽകപ്പെടുകയുള്ളൂ. വലത് കൈയിൽ വാങ്ങിയവർ സന്തോഷപൂർവ്വം എല്ലാവർക്കും വായിക്കാൻ കൊടുക്കുമ്പോൾ മറ്റവൻ പറയുന്നു, തമ്പുരാനെ എനിക്ക് ഗ്രന്ഥം ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ തമ്പുരാനെ. മറ്റവൻ പറയുന്നു, അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനൻതു അന്നി മുലാഖിൻ കിതാബിയ. സന്തോഷകരമായ ഗ്രന്ഥം ഞാൻ മാത്രം വായിച്ചാൽ പോരാ, നിങ്ങളും വായിച്ചു നോക്കൂ. ഇത്രയും സന്തോഷകരമായ വലത് കൈയിൽ ഈ ഗ്രന്ഥം വാങ്ങാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായത് ഇങ്ങനെ ഒരു വിചാരണയുണ്ടാകുമെന്ന് ഞാൻ മുൻകൂട്ടി വിചാരിച്ച് ജീവിച്ചത് കൊണ്ടാണ്. ഇന്നി ളനൻതു അന്നി മുലാഖിൻ കിതാബിയ. അല്ലാത്തൊരു സന്ദർഭം വന്നാൽ മനുഷ്യന്റെ കാതുകൾ, മനുഷ്യന്റെ കണ്ണുകൾ, മനുഷ്യന്റെ ചെവികൾ, മനുഷ്യന്റെ അവയവങ്ങൾ, മനുഷ്യന്റെ ശരീരം മുഴുവനും മനുഷ്യനെതിരിൽ സാക്ഷി പറയുന്ന ദിവസം സങ്കടത്താൽ മനുഷ്യൻ ഒന്നും മരിച്ചു കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകും. സുമ്മലായ മൂത്ത് ഫീഹാ വലാ യഹ്യാ. പിന്നീടൊരു ജീവിതവും മരണവും അവിടെ നിന്നുണ്ടാവുകയില്ല. ഷഹിദാലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. മനുഷ്യന്റെ നാവ്, മനുഷ്യന്റെ കൈകൾ, മനുഷ്യന്റെ കാലുകൾ മനുഷ്യനെതിരിൽ സംസാരിച്ച് സാക്ഷി പറയുന്നു. ഷഹിദാലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും. മനുഷ്യന്റെ കണ്ണുകൾ, മനുഷ്യന്റെ കാതുകൾ, മനുഷ്യന്റെ ശരീരത്തിലെ തൊലികൾ മുഴുവനും മനുഷ്യനെതിരിൽ സാക്ഷി പറയുന്നു. വഖാലൂ ലിജുലൂദിഹിം. അപ്പോഴാണ് മനുഷ്യൻ കണ്ണു തുറക്കുന്നത്, തൊലികളോട് ചോദിക്കുന്നു, ലിമ ശഹിദ്തും അലൈനാ, ലിമ ശഹിദ്തും അലൈനാ. ഈ സാധു മനുഷ്യനെതിരിൽ നിങ്ങൾ എന്തിനാണ് സാക്ഷി പറഞ്ഞത്? ഖാലൂ അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇ. എല്ലാത്തിനെക്കൊണ്ടും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളോടുള്ള കാര്യം തുറന്നു പറയാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയാം എന്ന് പറയും. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി അവന്റെ കരുണ ചൊരിയുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ റഹ്മാനായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളിൽ നീ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ നാഥ. നോമ്പിന് ശേഷം ക്ഷീണം മറന്ന് നിന്റെ ദീനിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ താൽപര്യപൂർവ്വം എത്തിയ സാധുക്കളായ ഞങ്ങളിൽ നിന്റെ മലക്കുകളുടെ ചിറകുകൾ വിരിച്ചിട്ടുണ്ടായിരിക്കുമെന്നും
ഹബീബായ റസൂൽ ഞങ്ങളെ അറിയിച്ചു. ആ സൗഭാഗ്യത്തിൽ ഈ സദസ്സിനെ നീ വിധേയമാക്കണം. റഹ്മാനായ തമ്പുരാനെ, നിന്റെ ദീനിന്റെ വിവരം അന്വേഷിച്ചു വരുമ്പോൾ വഴിക്കുള്ള നിർജീവ വസ്തുക്കൾ വരെ നിന്റെ ദാസന്മാർക്ക് പാപമോചനം തേടിക്കൊണ്ടിരിക്കുമെന്ന് നിന്റെ ഹബീബായ റസൂൽ അറിയിച്ചു. ഈ ക്ലാസിന് വേണ്ടി നടന്ന് ഇങ്ങോട്ടെത്തിയ യാത്രയിലെത്തിയ ഈ സാധുക്കൾക്ക് വേണ്ടി ആ മഹത്തായ പ്രാർത്ഥന ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാകുവാൻ നീ തൗഫീഖ് നൽകണം റഹ്മാൻ. റഹ്മാനും റഹീമുമായ നാഥ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളിൽ പലരുടെയും ഞങ്ങളുടെ ജീവനേക്കാൾ കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കുന്ന മക്കളും ഭാര്യമാരുമെല്ലാം അങ്ങ് നാട്ടിലാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് എന്തെങ്കിലും ഒരു സുരക്ഷാ നടപടിയെടുക്കുവാൻ ഞങ്ങൾക്കാവില്ല. റഹ്മാനായ നാഥ, അവർക്ക് ആപത്തുകൾ വരാതെ, പിശാചിന്റെ വലയിൽ അവർ കുടുങ്ങിപ്പോകാതെ, ദുർമാർഗത്തിലേക്ക് വഴുതിപ്പോകാതെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാൻ. സന്മാർഗത്തിൽ അവരെ നീ ഉറപ്പിച്ചു നിർത്തണമെന്ന് തമ്പുരാൻ. സാലിഹീങ്ങളായ സന്തതികളാക്കി അവരെ ഞങ്ങൾക്ക് സമ്മാനിക്കണമെന്ന് തമ്പുരാൻ. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും അവരെ കൊണ്ട് ഉപകാരം സിദ്ധിക്കുന്ന സൗഭാഗ്യവാന്മാരായ രക്ഷിതാക്കളാകുവാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമെന്ന് തമ്പുരാൻ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന, സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയുണ്ടാകുന്ന സാലിഹീങ്ങളായ സന്തതികളാകുവാൻ അവർക്ക് നീ തൗഫീഖ് നൽകണമെന്ന് തമ്പുരാൻ. അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ഖൈറും ബർക്കത്തും നിറയ്ക്കണമെന്ന് റഹ്മാൻ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്നും പാവങ്ങളായ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാൻ. റഹ്മാനും റഹീമുമായ നാഥം, ഈ പരിശുദ്ധമായ മാസത്തിൽ നിന്നിലേക്ക് നീട്ടുന്ന ഈ കൈകൾ നീ വെറുതെ തള്ളിക്കളയരുത് റഹ്മാൻ. ഞങ്ങളുടെ തെറ്റുകൾ വളരെ കൂടുതലാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന യജമാനനും തമ്പുരാനുമാണ്. നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങൾ എത്ര കൂടുതലുണ്ടെങ്കിലും ശരി, നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരണമെന്ന് റഹ്മാൻ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമെന്ന് റഹ്മാൻ. സ്വർഗാവകാശങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണമെന്ന് റഹ്മാൻ. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാൻ. റഹ്മാനായ രക്ഷിതാവ്, മുസ്ലിം ലോകം വളരെയധികം അവതാളത്തിലും അധർമ്മങ്ങളിലുമായിട്ടുണ്ടെങ്കിലും നിന്റെ കരുണ അവരിൽ നീ ചൊരിയണമെന്ന് റഹ്മാൻ. തെറ്റുകളിൽ നിന്ന് അവരെ നീ പിന്തിരിപ്പിക്കണമെന്ന് റഹ്മാൻ. കാട്ടാളന്മാരായ മുസ്ലിങ്ങളുടെ രക്തത്തിനും അവരുടെ സമ്പത്തിനും കൊതിച്ച് ആയുധങ്ങൾ മൂട്ടുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ നീ ഇട്ടുകൊടുക്കരുതേ റഹ്മാൻ. ആ കടുവകളിൽ നിന്നും കാടന്മാരിൽ നിന്നും ഇസ്ലാം സമുദായത്തെ ഇജ്ജത്തോടുകൂടി നിലനിർത്തണമെന്ന് റഹ്മാൻ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നീ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാൻ. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമെന്ന് റഹ്മാൻ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് നീ ചൊരിയണമേ തമ്പുരാൻ. രോഗങ്ങൾ കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ഇതര പ്രയാസങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും മനസ്സ് നൊന്ത് നീറുന്ന പല സഹോദരങ്ങളും ഈ സദസ്സിലുണ്ട്. നിനക്കവരെ അറിയാൻ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുകയും സൗഖ്യവും ക്ഷേമവും ഐശ്വര്യവും ആരോഗ്യവും ഈമാനും ഹിദായത്തുമുള്ള സൗഭാഗ്യ ജനതയായി ദുനിയാവിൽ കഴിയുവാനും ആഖിറത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നീ സൗഭാഗ്യം നൽകി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ലോകരക്ഷിതാവായ നാഥ, അവസാനം വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കുവാനും അവസാനത്തെ കലാമ കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കണ്ണടക്കുവാനും മരിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്ന് റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ പലരെയും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, പലരെയും ഞങ്ങൾക്ക് ഓർമ്മയില്ല. എല്ലാവരെയും നീ അറിയുന്നു. റഹ്മാനായ തമ്പുരാനെ, അവരുടെ ബർദഖിയായ ജീവിതം നീ സൗഖ്യത്തിലും സമാധാനത്തിലും ആക്കണമേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ. അത് പ്രകാശമുള്ളതാവുകയും വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണമേ. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് നീ ഖബറിൽ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, നിന്റെ ഹബീബായ റസൂലിനെ സ്നേഹിക്കുവാനും നിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമർത്ഥ്യത്തിൽ നിന്ന് ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഹബീബായ റസൂലിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ഞങ്ങളുടെ വിചാരണ നീ എളുപ്പമാക്കി തീർക്കണമേ തമ്പുരാനെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാബ്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله تعالى وسلم على خير خلقه محمد وآله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.